Meet the editors. ചോദ്യങ്ങൾ ഭയക്കുന്നു എന്നാണ് ചോദ്യം. പി. ആർ. സുനിൽ, പല കാലങ്ങളിലായി നമുക്ക് ഭരണകൂടത്തിന്റെ അസഹിഷ്ണുത അത് മാധ്യമങ്ങളിൽ നിൽക്കെ പല രൂപത്തിലുണ്ടാവാറുണ്ട്. പക്ഷെ ആ വാർത്തകൾ തന്നെ വാർത്ത പോകേണ്ടതില്ല, അത് ആരും കാണേണ്ടതില്ല എന്ന രൂപത്തിൽ വന്ന നിമിഷങ്ങൾക്കകം അത് നീക്കം ചെയ്യുന്ന രൂപത്തിലേക്ക് മെറ്റയുടെ നടപടി. ഇപ്പോൾ നമ്മുടെ 12 കാർഡുകളാണ് നീക്കം ചെയ്ത്. ഇന്നത്തെ ഡിബേറ്റിന്റെ കാർഡടക്കം 12 കാർഡുകൾ നീക്കം ചെയ്യപ്പെട്ടിരിക്കുന്നു. എല്ലാം സർക്കാരിനെ വിമർശിക്കുന്ന അല്ലെങ്കിൽ സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങളുടെ വാർത്തകളാണ് താനും. അപ്പോൾ ഇത് ചോദ്യങ്ങളെ ഭയന്നുകൊണ്ടുള്ള നടപടിയായിട്ടാണ് കാണുന്നത്. പാർലമെന്റിൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച ചെയ്ത സഭയിൽ വരാത്ത അമിത്ഷാ, ചോദ്യങ്ങൾ ഭയന്നുകൊണ്ട് വരാത്ത അമിത്ഷാ ഇന്ന് പറയുകയാണ് ഞാൻ നാളെ വിശദമായി പറയാമെന്ന്. പക്ഷേ ചോദ്യങ്ങൾക്ക് ഉത്തരം എന്താണ് ചോദ്യം? പെല്ലറ്റ് ആക്രമണമാണ്, അതിന് മറുപടി കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ ചോദ്യങ്ങളെ ഭയക്കുകയാണോ ഭരണകൂടം പൊതുവിൽ? ഈ 1984 ബിഗ് ബ്രദർ ഈസ് വാച്ചിങ് യു എന്നാണ് ജോർജ് ഓർവെലിൻ്റെ നോവലാണ്. ആ നോവലിൻ്റെ ഇതിവൃത്തം എന്ന് പറയുന്നത്, ഉള്ളടക്കം എന്ന് പറയുന്നത്, ആ ഓഷ്യാന എന്ന് പറയുന്ന ഒരു രാജ്യം, ആ രാജ്യത്തെ ഏകാധിപതിയായ രാജാവ് അല്ലെങ്കിൽ ഏകാധിപതിയായ ഭരണത്തലവൻ ആണ് ബിഗ് ബ്രദർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ബിഗ് ബ്രദറിൻ്റെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് എല്ലാ പൗരന്മാരെയും എല്ലാ മനുഷ്യരെയും നിരീക്ഷിക്കുക എന്നതാണ്. എന്തിനാണ് നിരീക്ഷിക്കുന്നത്? തന്നിലേക്ക് ഉയരുന്ന വിമർശനങ്ങൾ തടയുക, തനിക്കെതിരെയുള്ള ഗൂഢനീക്കങ്ങൾ തടയുക, തന്നെ ആരും വിമർശിക്കാതിരിക്കുക, തനിക്കെതിരെ ആരും സംസാരിക്കാതിരിക്കുക. അങ്ങനെ ആ രാജ്യത്തെ, ഓഷ്യാന എന്ന് പറയുന്ന ആ രാജ്യത്തെ എല്ലാ മനുഷ്യന്മാരെയും നിരീക്ഷിക്കുന്നതിനായി വലിയ സർവേലൻസ് സംവിധാനം ഏർപ്പെടുത്തുക. അതായിരുന്നു ബിഗ് ബ്രദർ ചെയ്തുകൊണ്ടിരുന്നത്. അത് വിഖ്യാതമായ നോവലാണ്. അതിൽ വിൻസ്റ്റൺ സ്മിത്ത് എന്ന് പറയുന്ന ആളാണ് പ്രധാനപ്പെട്ട കഥാപാത്രം. ആ കഥാപാത്രം ഈ നോവലിൽ അദ്ദേഹം ജോലി ചെയ്യുന്നത് മിനിസ്ട്രി ഓഫ് ട്രൂത്തിലാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് ചരിത്രം മാറ്റി എഴുതുക എന്നതാണ്. ചരിത്രത്തെ വളച്ചൊടിക്കുക, മാറ്റി എഴുതുക എന്നതാണ്. ഒടുവിൽ അദ്ദേഹവും ഈ ബിഗ് ബ്രദറിൻ്റെ നിരീക്ഷണ വലയത്തിൽപ്പെട്ട് കുടുങ്ങുന്നു എന്നതാണ് ഈ ഒരു നോവലിൻ്റെ ഒരു ഉള്ളടക്കം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു പശ്ചാത്തലത്തിൽ 1984 പുറത്തിറങ്ങിയ ആ നോവലിനെ നമ്മൾ ഇന്നത്തെ പശ്ചാത്തലത്തിൽ വായിച്ചാൽ ഒരുപാട് ബിഗ് ബ്രദേഴ്സ് ഉള്ളൊരു നാടാണിത്. ദേശീയ തലത്തിൽ നോക്കിയാൽ ഒരു ബിഗ് ബ്രദർ ഉണ്ട്, നമുക്ക് കേരളത്തിൽ നോക്കിയാൽ മറ്റൊരു ബിഗ് ബ്രദർ ഉണ്ട്. അപ്പോൾ ഇവിടെ നിരീക്ഷിക്കപ്പെടുന്നു എന്നുള്ളതാണ്. എന്താണ് നിരീക്ഷിക്കപ്പെടുന്നത്? വിമർശനങ്ങൾ നിരീക്ഷിക്കപ്പെടുന്നു. വിമർശനങ്ങളോടുള്ള അസഹിഷ്ണുത എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ജനാധിപത്യ സംവിധാനത്തിൽ നമ്മളൊരു ജനാധിപത്യ രാജ്യമാണ്. ജനാധിപത്യ രാജ്യമായതുകൊണ്ട് തന്നെ ജനാധിപത്യ സംവിധാനത്തിൽ വിമർശനങ്ങൾ ഉണ്ടാകണം. ആ വിമർശനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഭരണ സംവിധാനങ്ങൾ മുന്നോട്ട് പോകുമ്പോഴാണ് ഭരണം ശരിയായ രീതിയിൽ മുന്നോട്ട് പോവുക എന്നതാണല്ലോ നമ്മുടെ സങ്കല്പം. അപ്പോൾ ഇവിടെ വിമർശിക്കാൻ പാടില്ല എന്ന നിലയിലേക്ക് കാര്യങ്ങൾ വരുന്നു എന്നതാണ്. ഇപ്പോൾ CJP സമരവുമായി ബന്ധപ്പെട്ട് ദേശീയ തലത്തിൽ നടന്ന് നമുക്കറിയാം. അവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയുള്ള ന്യൂസ് ക്ലിക്കുകൾ, ന്യൂസ് കാർഡുകൾ, ഇതെല്ലാം തന്നെ കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിൻ്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം മെറ്റ നീക്കം ചെയ്തു. ഇതുകൂടാതെ പ്രധാനമന്ത്രിയെ വിമർശിക്കുന്ന വീഡിയോകളുടെ റീച്ച് കുറയ്ക്കാനുള്ള നീക്കം വരെ ഉണ്ടായി. ഇപ്പോഴും അത് തുടരുകയാണ്. ഇപ്പോൾ നമുക്കറിയാം കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്ന വീഡിയോകൾക്ക് ഇപ്പോൾ നല്ല റീച്ച് ഇല്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം അതിൻ്റെ അണിയറയിൽ ഇത്തരം നീക്കങ്ങൾ നടക്കുന്നു എന്നതാണ്. അപ്പോഴാണ് നമ്മൾ കേരളത്തിലെ സാഹചര്യങ്ങൾ പരിശോധിക്കേണ്ടത്. കേരളത്തിൽ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ റിപ്പോർട്ടർ നമ്മൾ പുറത്തിറക്കിയിട്ടുള്ള ഈ സർക്കാരിനെ വിമർശിക്കുന്ന, കേരളത്തിലെ VD സതീശൻ സർക്കാരിനെ വിമർശിക്കുന്ന 9 കാർഡുകളാണ് നീക്കം ചെയ്തത്. 9 കാർഡുകൾ ഓരോ നിമിഷം. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ശ്രീമതി മാധു സജിയുടെ ഡിബേറ്റ്, ആ ഡിബേറ്റിന്റെ വിഷയം എന്ന് പറയുന്നത് ഈ കാർഡും നീക്കുമോ എന്നതാണ്. ആ കാർഡും നീക്കി, നിമിഷ നേരം കൊണ്ട് ആ കാർഡ് നീക്കുകയാണ്. അപ്പോൾ ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. അതായത് സർക്കാരിനെ വിമർശിക്കുന്ന ഒരു പരാമർശം പോലും വരാൻ പാടില്ല. സമൂഹ മാധ്യമങ്ങളിൽ അത്തരം പരാമർശങ്ങളുള്ള ന്യൂസ് കാർഡുകൾ, ന്യൂസ് കണ്ടന്റുകൾ ഇത് വരുന്നതിന് ഇവർ സഹിഷ്ണുതയോടുകൂടി കാണുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്? നമുക്കറിയാലോ, കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത്, പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത്, അത് ആദ്യ സർക്കാരിൻ്റെ കാലത്താണെന്നാണ് എനിക്ക് തോന്നുന്നത്, അന്ന് ഈ സാമൂഹ്യ മാധ്യമങ്ങളെ നിയന്ത്രിക്കുന്നതിനായി ഒരു സംവിധാനം കൊണ്ടുവരാൻ തീരുമാനിച്ചു. പോലീസ് ആക്ടിൽ ഒരു പുതിയ വകുപ്പ് കൂടി ചേർത്തു, 118A വകുപ്പ് കൂടി ചേർത്തുകൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളെ നിയന്ത്രിക്കുക, സാമൂഹ്യ മാധ്യമങ്ങളിൽ വിദ്വേഷ പരാമർശങ്ങൾ തടയുക എന്ന ലക്ഷ്യത്തോടു കൂടി അന്ന് സർക്കാർ അങ്ങനെ ഒരു നീക്കം നടത്തിയപ്പോൾ അതിനെതിരെ വലിയ വിമർശനം, വാളെടുത്തവരാണ് കോൺഗ്രസ്സുകാർ. അങ്ങനെ ഈ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് നേരെ വലിയ ആക്രമണം നടക്കാൻ പോകുന്നു, അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലാതാക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് അന്ന് വലിയ വിമർശനം ഉന്നയിക്കുകയും അന്ന് പിന്നീട് ആ തീരുമാനത്തിൽ നിന്ന് പിണറായി വിജയൻ സർക്കാർ അന്ന് പുറകോട്ട് പോയി. സുപ്രീം കോടതി IT നിയമത്തിലെ 66A വകുപ്പ് എന്തിനാണ്
നിരോധിച്ചത് അത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് മാത്രമല്ല രാജ്യ താല്പര്യത്തിന് വിരുദ്ധമാണ് എന്നുകൂടി സുപ്രീം കോടതി പറഞ്ഞുകൊണ്ടാണ് അന്ന് ആ ഒരു വകുപ്പ് തന്നെ IT നിയമത്തിൽ നിന്ന് എടുത്തു കളഞ്ഞത്. ഇന്ന് യഥാർത്ഥത്തിൽ ആ വകുപ്പുകൾ ഇല്ലാത്ത വകുപ്പുകൾ, അതായത് ഇല്ലാത്ത വകുപ്പുകൾ അല്ലെങ്കിൽ സുപ്രീം കോടതി തന്നെ റദ്ദാക്കിയ ആ വകുപ്പുകളുടെ ഒരു പശ്ചാത്തലം തന്നെയാണ്. ആ വകുപ്പുകൾ എന്താണോ പറഞ്ഞിരുന്നത് അത് തന്നെയാണ് ഇപ്പോൾ കേരളത്തിലും നടക്കുന്നത്, കേന്ദ്രത്തിലും നടക്കുന്നത്. അപ്പോൾ സർക്കാരിനെ വിമർശിക്കാൻ പാടില്ല. സർക്കാരിനെ വിമർശിക്കുന്ന എന്തെങ്കിലും കണ്ടന്റുകൾ വന്നാൽ അത് നീക്കം ചെയ്യുക. അപ്പോൾ ഇന്നിപ്പോൾ സർക്കാരിൻ്റെതായിട്ട് ഇതുവരെ ഇത് സംബന്ധിച്ച് എന്തെങ്കിലും ഒരു പ്രതികരണം വന്നിട്ടില്ല. കേരളത്തിലെ കാര്യമാണ് ഞാൻ പറയുന്നത്, കേന്ദ്രത്തിലും പറഞ്ഞിട്ടില്ല. ഔദ്യോഗികമായി ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയും, പക്ഷെ അനൗദ്യോഗികമായി ഇത്തരം നീക്കങ്ങൾ നടക്കുന്നുണ്ട്. കേരളത്തിലും അത് തന്നെയാണ് നടക്കുന്നത്. കേരളത്തിൽ ഇപ്പോൾ എനിക്ക് ഞാൻ ശ്രദ്ധിച്ചത്, ഇപ്പോൾ മുഖ്യമന്ത്രി VD സതീശൻ്റെ ഓഫീസ് പറയുന്നത് ഞങ്ങളൊന്നും അറിഞ്ഞില്ല എന്ന് ആരോടോ പറഞ്ഞു എന്ന് പറയുന്നു. പക്ഷേ ഔദ്യോഗികമായി ഇതുവരെ അതായത് കേരളത്തിലെ മാധ്യമ സ്ഥാപനങ്ങൾ, റിപ്പോർട്ടർ ചാനലിൻ്റെ മാത്രമല്ല മറ്റ് മാധ്യമ സ്ഥാപനങ്ങളുടെയും സർക്കാരിനെ വിമർശിക്കുന്ന പോസ്റ്റുകൾ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള ആക്രമണമാണ് എന്ന് തിരിച്ചറിയാത്ത ആളല്ലല്ലോ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വലിയ വാദങ്ങൾ ഉയർത്തിയ അധികാരത്തിൽ വന്ന മുഖ്യമന്ത്രിയാണല്ലോ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ കാർഡ് നീക്കം ചെയ്യുന്നത്? മെറ്റയോട് ചോദിക്കാമല്ലോ, എന്തുകൊണ്ടാണ് കേരളത്തിൽ പ്രവർത്തിക്കുന്ന മാധ്യമങ്ങളുടെ വിമർശന ഉള്ളടക്കമുള്ള കാർഡുകൾ എന്തിനാണ് നിങ്ങൾ നീക്കം ചെയ്യുന്നത് എന്ന് ചോദിക്കാനുള്ള അധികാരം, എന്ന് ചോദിക്കാനുള്ള ഉത്തരവാദിത്തം ഈ സർക്കാരിനുണ്ട്. അത് ഇതുവരെ ചോദിച്ചിട്ടില്ല എന്നതാണ്. അപ്പോൾ എന്താണ് ഈ സർക്കാരിൻ്റെ ഈ വിഷയത്തിലെ നിലപാട് എന്നറിയാൻ എനിക്ക് കൗതുകമുണ്ട്. ഇനി ഡൽഹിയിലേക്ക് പോയാൽ അവിടെ നോക്കൂ, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് വലിയൊരു വെളിപാടുമായി രംഗത്ത് വരികയാണ്. അമിത്ഷാ പറയുകയാണ്, ഞാൻ ചർച്ചയ്ക്ക് തയ്യാറാണ്. നിങ്ങൾ പാർലമെൻറ്റിൽ 2 മണിക്ക് നോട്ടീസ് നൽകൂ, 3 മണിക്ക് ഞാൻ പാർലമെൻറ്റിൽ വന്നിരുന്ന് ഞാൻ എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി നൽകാം എന്നാണ് പറയുന്നത്. നാളെ പാർലമെൻറ്റ് സമ്മേളനം അവസാനിക്കാൻ പോവുകയാണ്. ജൂലൈ 20 തീയതിയാണ് പാർലമെൻറ്റ് സമ്മേളനം തുടങ്ങിയത്, പാർലമെൻറ്റിൻ്റെ വർഷകാല സമ്മേളനം. ഓഗസ്റ്റ് 13 വരെയാണ് സമ്മേളനം. ഓഗസ്റ്റ് 13 എന്ന് പറയുന്നത് നാളെയാണ്. അപ്പോൾ ഇതുവരെ ഈ പാർലമെൻറ്റിലേക്ക് വരും, പക്ഷേ സഭയിലേക്ക് വരില്ല. അത് മോദിയും അതുപോലെയായിരുന്നു, അമിത്ഷായും അതുപോലെയായിരുന്നു. രണ്ടുപേരുടെയും പാർലമെൻറ്റിലെ ഓഫീസിൽ വരും, അവിടെ ഇരിക്കും. 2 സഭകളിലും വരില്ല. ജൂലൈ 20 തീയതി പാർലമെൻറ്റ് സമ്മേളനം തുടങ്ങിയ ദിവസമായിരുന്നു CJP സമരത്തിൻ്റെ ഭാഗമായി പാർലമെൻറ്റിലേക്ക് യുവാക്കളുടെ വലിയ മാർച്ച് നടന്നത്. ആ മാർച്ചിന് നേരെ വലിയ പോലീസ് അതിക്രമമുണ്ടായി. പിന്നീട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കേണ്ടി വന്നു. പക്ഷേ അതിനുശേഷം എന്തിനാണ് പോലീസ് പെല്ലറ്റ് ഗൺ ഉപയോഗിച്ച് വിദ്യാർത്ഥികളെ ആക്രമിച്ചത്, ഈ വിദ്യാർത്ഥികളെ എന്തിനാണ് ഇലക്ട്രിക് ലാത്തി ഉപയോഗിച്ച് തല്ലിച്ചതച്ചത് എന്നത് സംബന്ധിച്ച് ഒരുപാട് ചോദ്യങ്ങൾ പ്രതിപക്ഷ പാർട്ടികൾ ഉയർത്തി. പാർലമെൻറ്റ് കവാടത്തിൽ ധർണ നടത്തി, പ്രതിഷേധം നടത്തി. പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിലും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എവിടെ എന്ന് ചോദിച്ച് എല്ലാ ദിവസവും പ്രതിഷേധം ഉയർത്തിയിരുന്നു. ഇതുവരെ വരാത്ത അമിത്ഷാ ഇന്ന് വന്ന് മാധ്യമങ്ങളോട്, പാർലമെൻറ്റിനുള്ളിലല്ല പുറത്ത് മാധ്യമങ്ങളോട് പറയുകയാണ്, ഞാൻ പാർലമെൻറ്റിൽ വരാം, നിങ്ങൾ നോട്ടീസ് നൽകൂ എന്നത്. സൗകര്യമില്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇന്ന് പറഞ്ഞത്. കാരണം നാളെ പാർലമെൻറ്റ് സമ്മേളനം അവസാനിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതാണ് സമീപനം. നിങ്ങൾക്ക് ജനാധിപത്യത്തോട്, ഭരണഘടനയോട്, ഭരണത്തിലെത്തുമ്പോൾ നിങ്ങളുടെ സമീപനം ഇതാണ് എന്നാണ്. അവിടെ കേന്ദ്രത്തിലായാലും നമ്മുടെ ഈ കേരളത്തിലായാലും ഒരേ സമീപനമായി മാറുന്നു എന്നുള്ളതാണ്. അവിടെ മോദി ലൈൻ, ഇവിടെ VD ലൈൻ, രണ്ടും ഏതാണ്ട് ഒരുപോലെയായി മാറുന്നു എന്ന് സംശയിക്കാവുന്ന സാഹചര്യമുണ്ട്. കാരണം നോക്കൂ, നമുക്കറിയാലോ, ഈ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റതിന് തൊട്ട് പിന്നാലെ മുഖ്യമന്ത്രി VD സതീശൻ്റെ ഒരു വാർത്താ സമ്മേളനമുണ്ട്. ആ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞത് നമ്മളെല്ലാവരെയും കോരിത്തെരിപ്പിക്കുന്നതാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇതുപോലെ വന്നിരുന്ന് തരും, നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കും ഞാൻ മറുപടി നൽകും, നിങ്ങളുടെ എല്ലാ വിമർശനങ്ങൾക്കും മറുപടി നൽകും, അങ്ങനെ എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി തന്ന് മാത്രമേ ഞാൻ മുന്നോട്ട് പോവുകയുള്ളൂ, നിങ്ങൾക്ക് എന്നെ അറിയാലോ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു? ഇന്ന് 3 മാസം കഴിയുമ്പോൾ അന്ന് തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹം മാറ്റി, എല്ലാ നിലപാടുകളും അദ്ദേഹം മാറ്റി. അന്നത്തെ VD സതീശനെയല്ല ഇന്നത്തെ VD സതീശൻ. രാഷ്ട്രീയ നിലപാടുകളിൽ മാറ്റം വരുത്തി, കോൺഗ്രസിൻ്റെ നിലപാടുകളിൽ മാറ്റം വരുത്തി. UDF എന്താണോ പറഞ്ഞത് അതല്ല ചെയ്യുന്നത്. ഇന്ന് മാധ്യമങ്ങളുടെ ചോദ്യത്തെ മുഖ്യമന്ത്രി VD സതീശൻ ഭയപ്പെടുകയാണ്. എന്തിനാണ് നിങ്ങൾ ഹെലികോപ്റ്റർ പിടിച്ച് കൊച്ചിയിലേക്ക് പോയത്? അവിടെ ഏത് ഇൻവെസ്റ്ററെയാണ് നിങ്ങൾ കണ്ടത്? പറയാൻ പറ്റില്ല, അത് രഹസ്യമാണ്. ഏത് ഇൻവെസ്റ്ററെയാണ് കണ്ടത്? ഈ ജനാധിപത്യപരമായി കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാനുള്ള ഒരു ആഗ്രഹമുണ്ടാകില്ല, ജനങ്ങൾക്ക് അറിയാനുള്ള അവകാശമില്ലേ? അത് കേരളത്തിൽ ഈ ജനങ്ങളല്ലേ VD സതീശനെ തെരഞ്ഞെടുത്ത് അവിടെ മുഖ്യമന്ത്രിയാക്കിയത്. അപ്പോൾ ആ ജനങ്ങൾ ചോദിക്കുകയാണ്, നിങ്ങൾ ഏത് ഇൻവെസ്റ്ററെയാണ് കൊച്ചിയിൽ പോയി കണ്ടത്?
അത് പറയാൻ പറ്റില്ല എന്നാണ് കേരളത്തിലെ മുഖ്യമന്ത്രി പറയുന്നത്. അത് പറയാൻ പറ്റില്ല എന്നത്. നിങ്ങൾ എന്തിനാണ് കേരളത്തിൽ ദുരന്തമുണ്ടായപ്പോൾ നിങ്ങൾ ഒരു ജ്വല്ലറി ഉദ്ഘാടനം ചെയ്യാൻ പോയത്? എന്തിനാണ് പോയത്? കേരളത്തിലെ ജനങ്ങൾ ചോദിക്കുകയാണ്, മറുപടിയുണ്ടോ? അപ്പോൾ ചോദ്യങ്ങൾക്ക് മറുപടിയില്ല. വിമർശനങ്ങളെ അടിച്ചൊതുക്കാൻ ശ്രമിക്കുക. വിമർശനങ്ങൾ അത് സോഷ്യൽ മീഡിയ വഴിയാണെങ്കിൽ ആ വിമർശനങ്ങളെ അവിടെ നിന്ന് തുടച്ചു നീക്കാനുള്ള രഹസ്യ നീക്കങ്ങൾ നടത്തുക. അങ്ങനെയല്ല എങ്കിൽ അങ്ങനെയല്ല എന്ന് പറയാനുള്ള ആർജവും ഉണ്ടാകണം. അതും ഉണ്ടാകുന്നില്ല എന്നതാണ്. അപ്പോൾ ഈ സർക്കാരിൻ്റെ നിലപാട് വളരെ വ്യക്തമാണ്. അഭിപ്രായ സ്വാതന്ത്ര്യത്തിനെതിരെയുള്ള നിലപാട് തന്നെയാണ് ഈ സർക്കാരിനുള്ളത്. ഇനി കേന്ദ്രത്തിലും അതുപോലെ തന്നെയാണ് നരേന്ദ്രമോദി സർക്കാരിൻ്റെയും നിലപാട്. അതുകൊണ്ട് ഈ രണ്ട് സർക്കാരുകൾ തമ്മിൽ, ആ രണ്ട് സർക്കാരിൻ്റെ രാഷ്ട്രീയ സമീപനങ്ങൾ തമ്മിൽ വലിയ ദൂരമില്ലാതാകുന്നു എന്നതാണ് എൻ്റെ ടേക്ക്. മടങ്ങിയെത്താം. ശ്രീ ആന്റോ, ചോദ്യങ്ങൾ ഭയക്കുകയാണോ? ഒരു പി ആർ സുനിൽ പറഞ്ഞ പോലെ ഒരു കഥ ഞാൻ പറയാം. രാജാവിൻ്റെ കണ്ണാടി എന്നുള്ളതാണ്. ഒരു രാജാവിന് വലിയ കൊട്ടാരം ഉണ്ടായിരുന്നു. അതിൻ്റെ അത് വലിയ കണ്ണാടി. അപ്പോൾ ഒരു ദിവസം രാജാവ് കണ്ണാടിയോട് ചോദിച്ചു, ഞാൻ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു. അപ്പോൾ കണ്ണാടി പറഞ്ഞു, രാജാവേ അങ്ങ് വളരെ സുന്ദരനാണ്. രാജാവിന് സന്തോഷമായി. അടുത്ത ദിവസം രാജാവ് പോയി ചോദിച്ചു, രാജാവ് ഞാൻ എങ്ങനെയുണ്ട് എന്നുള്ളത്. അപ്പോൾ രാജാവ് പറഞ്ഞു, അങ്ങ് വളരെ സുന്ദരനാണ് എന്നുള്ളത്. ഒരു ദിവസം ഒരു മാധ്യമപ്രവർത്തകൻ രാജാവിന് പറഞ്ഞു, രാജാവേ കണ്ണാടി പറയുന്നത് സത്യമല്ല. കാരണം എന്താ ചോദിച്ചു. എന്താണ് പിന്നെ സത്യം? ഈ പത്രപ്രവർത്തകൻ പറഞ്ഞു, രാജ്യത്ത് ജനങ്ങൾ പട്ടിണിയിലാണ്, ആശുപത്രിയിൽ മരുന്നില്ല, അഴിമതിയുടെ പരാതിയുണ്ട്, എന്താണ് സത്യം? രാജാവ് കോപിച്ചു. അപ്പോൾ രാജാവ് പറഞ്ഞു, നീ ഒന്ന് കണ്ണാടിയോട് ചോദിച്ചു നോക്ക് എന്താണ് ശരി എന്നുള്ളത്. അപ്പോൾ കണ്ണാടിയോട് മാധ്യമപ്രവർത്തകൻ ചോദിച്ചു പറഞ്ഞു, മാധ്യമപ്രവർത്തകൻ പറഞ്ഞതാണ് ശരി എന്നുള്ളത്. രാജാവ് എന്ത് ചെയ്തു? ഈ കണ്ണാടി ശരിയല്ല എന്ന് പറഞ്ഞിട്ട് കണ്ണാടി അങ്ങ് തല്ലിപ്പൊട്ടിച്ചു. ഇതാണ് കഥ എന്ന് പറയുന്നത്. കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ നമുക്ക് ഭരണഘടന നൽകുന്ന ഒരു സ്വാതന്ത്ര്യമുണ്ട്. എന്താണ്? ആർട്ടിക്കിൾ 2 പ്രകാരമാണ്. ആർട്ടിക്കിൾ 19(2) പ്രകാരം നമുക്ക് തരുന്നൊരു സ്വാതന്ത്ര്യമുണ്ട്. അതിൻ്റെ അകത്ത് നമുക്കിവിടെ സംസാരിക്കാനും നമ്മൾ ചിന്തകൾ പങ്കുവയ്ക്കാനുമുള്ള ഒരു സ്വാതന്ത്ര്യമാണ്. അത് ഇന്ത്യയിൽ നമുക്ക് തരുന്നൊരു സ്വാതന്ത്ര്യമാണ്. ഈ സ്വാതന്ത്ര്യത്തെ എങ്ങനെയാണ് ഒരു ഭരണകൂടം കൈയടക്കുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കേന്ദ്രത്തിലും കാണുന്നുണ്ട്, കേരളത്തിലും കാണുന്നുള്ളതാണ്. ഈ വി ഡി സതീശൻ സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുൻപ് ഞാൻ വരുന്നത് പിണറായി വിജയനാകാനല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ അങ്ങ് വരുന്നത് മോഡിയാകാനാണെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അങ്ങ് ഇപ്പം മോഡിനേക്കാളും വലിയ ഫാസിസ്റ്റ് പ്രവർത്തനമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഈ 8 കാര്യങ്ങളുണ്ടെങ്കിലാണ് മാത്രമാണ് 8 കാര്യങ്ങളാണ് ഈ ആർട്ടിക്കിൾ 2 പ്രകാരം ഒരു കണ്ടൻറ്റ് നീക്കം ചെയ്യാൻ കഴിയുള്ളൂ, അല്ലേ? ഫണ്ടമെൻ്റൽ റൈറ്റ് നീക്കം ചെയ്യാൻ കഴിയും. രാജ്യത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും തകർക്കുന്ന രീതിയിൽ ഏതെങ്കിലും കണ്ടൻറ്റ് വേണം. രാജ്യ സുരക്ഷയെ ബാധിക്കുന്ന എന്തെങ്കിലും കണ്ടൻറ്റ് വേണം. വിദേശ രാജ്യങ്ങളും സർക്കാർ ഇന്ത്യയും തമ്മിൽ ഇന്ത്യയിലെ രാജ്യങ്ങളും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്ന ഏതെങ്കിലും കണ്ടൻറ്റ് പോകണം. ക്രമസമാധാനം തകർക്കുന്ന എന്തെങ്കിലും കണ്ടൻറ്റ് പോകണം. ഈ പൊതു ധാർമ്മികതയെ തകർക്കുന്ന അല്ലെങ്കിൽ യുക്തിയെ തകർക്കുന്ന എന്തെങ്കിലും കണ്ടൻറ്റ് പോകണം. അല്ലെങ്കിൽ കോടതി ലക്ഷ്യം വേണം. ഈ കണ്ടൻറ്റുകളൊന്നും ഈ പറയുന്ന റിപ്പോർട്ടർ ടി-വിയോ കേരളത്തിലെ മാധ്യമങ്ങളോ ഇന്ന് പങ്കുവച്ചിട്ടില്ല എന്നുള്ളതാണ്. 12 കാർഡുകളാണ് റിപ്പോർട്ടർ ടി-വിയുടെ 12 വാർത്തകളാണ് ഇന്ന് റിപ്പോർട്ടർ ടി-വിൻ്റെ വാർത്തകൾ നീക്കം ചെയ്തത്. ഈ 12 വാർത്തകളും എന്താണ്? വി ഡി സതീശനെതിരെയുള്ളതാണ്. എന്താണ് കാരണം? ഒന്ന്, കടലിൽ കാണാതായവർക്കെതിരെ മരണപ്പെട്ട അല്ലെങ്കിൽ കാണാതായ ആ കുട്ടി ജോണിൻ്റെ മകൾ പറഞ്ഞ ആ വീഡിയോയും ആ കണ്ടൻറ്റ് നീക്കം ചെയ്തു. എന്താണ് കാരണം? അവർ ആർക്കെതിരെയാണ് പറയുന്നത്? കേരളത്തിലെ ഭരണാധികാരിയെയും മുഖ്യമന്ത്രിക്കെതിരെയാണ് പറഞ്ഞത്. അടുത്ത കാർഡ്, ബാക്കി നീക്കം ചെയ്ത കാർഡുകളെല്ലാം MDMA കടത്തുമായി ബന്ധപ്പെട്ടിട്ട് മുഖ്യമന്ത്രിയുടെ ബന്ധമുണ്ട് എന്ന് ആരോപിക്കപ്പെടുന്ന അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുമായി അടുത്ത ബന്ധമുണ്ടെന്ന് ആരോപിക്കപ്പെടുന്ന ആ വാർത്തയും ആ കണ്ടൻറ്റുമാണ് നീക്കം ചെയ്തത്. കേരളത്തിലെ പ്രതിപക്ഷ നേതാവിൻ്റെ വാർത്താ സമ്മേളനത്തിൽ വന്ന കണ്ടൻറ്റും നീക്കം ചെയ്തു. കേരളത്തിലെ പ്രതിപക്ഷ നേതാവിൻ്റെ വാക്കുപോലും കേരളം കേൾക്കണ്ട എന്ന് പറയുന്ന രീതിയിലേക്ക് കേരളത്തിലെ മുഖ്യമന്ത്രിയും കേരളത്തിലെ മന്ത്രി സംവിധാനങ്ങളും മാറി എന്നുള്ളതാണ്. സർക്കാർ മാറി എന്നുള്ളതാണ്. ആരാണ് ഭരിക്കുന്നത്? UDF സർക്കാരാണ്. UDFിൻ്റെ പ്രത്യേകത എന്താ? കേരളത്തിലെ മോദിയുടെ ഫാസിസ്റ്റ് ഭരണത്തിനെതിരെ കേന്ദ്രത്തിൽ ശബ്ദമുയർത്തിയും സമരം നടത്തുകയും ഇന്നും ചർച്ച നടത്തുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേ സമയത്ത് ഒരു പ്രതിപക്ഷ പാർട്ടിയെയും അല്ലെങ്കിൽ ജനങ്ങളെയും എങ്ങനെയാണ് കേരളത്തിലെ കോൺഗ്രസ് ഭരണകൂടം കൈകാര്യം ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയാൽ മതി. എന്താണ് കേരളത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ സംഭവിച്ചിരുന്നത്, മുഖ്യമന്ത്രിക്ക് ഇഷ്ടമല്ലാത്ത വാർത്തകൾ മാധ്യമ സ്ഥാപനങ്ങളിൽ വരാൻ പാടില്ല, അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കോ മന്ത്രിമാർക്കോ സർക്കാരിനോ എതിരായ വാർത്തകൾ ഈ പറയുന്ന സംവിധാനത്തിൽ വരാൻ പാടില്ല എന്നുള്ളതാണ്. ഇത്തരം വാർത്തകൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രി ആകെ ചെയ്യേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ. MDMA മൊത്തക്കച്ചവടക്കാരെ കൂട്ട് നടക്കരുത്, അത്രയേ ഉള്ളൂ. ഈ വാർത്തകൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് MDMA മൊത്തക്കച്ചവടക്കാരെയും കൂട്ടിയിട്ട് മുഖ്യമന്ത്രി നടക്കരുത്.
നടക്കാതിരുന്നാൽ ആ വാർത്ത വരില്ല. അത് വി ഡി സതീശൻ മനസ്സിലാക്കിയാൽ മതി. ഇങ്ങനെ മൊത്തക്കച്ചവടക്കാരെ വീട്ടിലും ഓഫീസ് മുറിയിലും ബംഗ്ലാവിലും പിന്നെ എന്താണ് പ്രതിപക്ഷ നേതാവിൻ്റെ ഓഫീസിലും നമ്മൾ സാധാരണ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവിനെയൊക്കെ നമ്മൾ വെള്ള ഷർട്ട് വെള്ളം മുണ്ടുവിട്ടാണല്ലോ കാണുന്നത്. ലുങ്കി ഉടുത്ത് ആ കൂടെ വരെ ഇദ്ദേഹം നിൽക്കുകയാണ്. യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനായ ജനീഷ് കുമാർ പറയുകയാണ് എന്താണ് ഇദ്ദേഹം യൂത്ത് കോൺഗ്രസ്സുകാരനല്ല എന്ന് പറയുന്നത്. യൂത്ത് കോൺഗ്രസ്സുകാരനല്ല എന്ന് പറഞ്ഞാൽ കൂടുതൽ പെട്ടു. എന്താ കാരണം? യൂത്ത് കോൺഗ്രസ്സുകാരൻ അല്ലെങ്കിൽ MDMA കച്ചവടക്കാരുമായിട്ട് മുഖ്യമന്ത്രിക്ക് എന്താ ബന്ധം പറയണ്ടേ? യൂത്ത് കോൺഗ്രസ്സുകാരനാണെങ്കിൽ പറയാം ഇത് യൂത്ത് കോൺഗ്രസ്സുകാരൻ എന്നുള്ള നിലയിലേക്ക്, യൂത്ത് കോൺഗ്രസ് നേതാവ് എന്നുള്ള നിലയിലേക്ക് ഞാൻ ബന്ധപ്പെട്ടതെന്ന് പറയാം. എന്നിട്ട് അതേ കോൺഗ്രസ് തന്നെ പറയും ഇദ്ദേഹം യൂത്ത് കോൺഗ്രസ്സുകാരനല്ല എന്ന് പറയുമ്പോൾ പിന്നെ ഈ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് ഈ പറയുന്ന MDMA കടത്തുകാരുടെ എന്താ ബന്ധം, ലഹരി കടത്തുകാരുടെ എന്താ ബന്ധം? പോലീസ് എന്താ പറയുന്നതെന്നറിയോ? കർണാടകയിൽ നിന്നും കേരളത്തിലേക്ക് മൊത്തക്കച്ചവടം നടത്തുന്ന 3 പേരെ അറസ്റ്റ് ചെയ്തത് സോഷ്യൽ മീഡിയ കോർഡിനേറ്ററാണ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ കോർഡിനേറ്ററെ മൊത്തക്കച്ചവടം നടത്തുന്ന ആളാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. 7 ജില്ലകൾക്ക് ഇവർക്ക് എന്താണ് ശൃംഖലയുണ്ട്, ഇത് വിതരണം ചെയ്യുന്ന ശൃംഖലയുണ്ട് എന്ന് പറയുകയാണ്. വിതരണം ചെയ്യുന്ന ശൃംഖലയുണ്ടെങ്കിൽ 3 ജില്ലകളിൽ കൊടുത്തിട്ടാണ് വരുന്നത് പറയുന്നു. 130 ഗ്രാം MDMA പിടിക്കുന്ന സമയത്ത് കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട് 3 ജില്ലകളിൽ സപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി 130 ഗ്രാം ഇരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഈ പറയുന്ന സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ഒരു നേതാവിൽ നിന്നും അല്ലെങ്കിൽ ഒരു സ്റ്റാഫിൽ നിന്നും അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ കൂടെ നടക്കുന്ന ഒരാളിൽ നിന്നും 130 ഗ്രാം MDMA പിടിച്ചാൽ അത് ആരാണ് അന്വേഷിക്കുക? അതെ, ആരെ കൊണ്ട് അന്വേഷിക്കാൻ പറ്റും? കേരളത്തിലെ പോലീസിനെ കൊണ്ട് അന്വേഷിക്കാൻ പറ്റുമോ? ആരാണ് അന്വേഷിക്കേണ്ടത്? ഏത് ഏജൻസി അന്വേഷിക്കും? ആർക്കെങ്കിലും മറുപടി ഉണ്ടോ? ചോദിക്കാൻ പാടില്ല. ഈ ചോദ്യത്തിന് മറുപടി വന്നിട്ടില്ല ഇതുവരെ. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറയുന്നത് എന്താണ്, ഞങ്ങൾ സാധാരണ രാഷ്ട്രീയക്കാരല്ലേ, ഞങ്ങൾ പല ആൾക്കാരെ കാണും, പല ആൾക്കാർ ഫോട്ടോ എടുക്കും. ഈ പല ആൾക്കാർ ഫോട്ടോ എടുക്കുന്നത് സ്ഥിരമായിട്ട് വരുമോ? ഡെയിലി മുഖ്യമന്ത്രിയുടെ ദേശത്തെ വീട്ടിലേക്ക് വരുന്നു, അത് കഴിഞ്ഞിട്ട് മുഖ്യമന്ത്രി അവരുടെ വീട്ടിലേക്ക് പോകുന്നു, കണ്ടോൺമെൻറ്റ് ഹൗസിലേക്ക് വരുന്നു, മുഖ്യമന്ത്രിയുടെ വണ്ടിയിൽ നിന്ന് മുന്നിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നു, പല വിഷ്വൽസ് പല സംസാരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ ബർത്ത്ഡേക്ക് കേക്കുമായി മുഖ്യമന്ത്രി വി ഡി സതീശൻ്റെ കൂടെ നിൽക്കുന്ന 2025 മുഖ്യമന്ത്രിയുടെ ബർത്ത്ഡേക്ക് കേക്കുമായി നിൽക്കുന്ന ഈ പറയുന്ന ആരെയാണ് കാണുന്നത്? ഈ പറഞ്ഞ മുഹമ്മദ് ഹുസൈനെ കാണുകയാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കുക എവിടെയാണ് പോയി സംവിധാനം നിൽക്കുന്നതെന്ന്. ഇത് വാർത്തയാക്കാൻ കാണില്ലേ? ഇത് വാർത്തയാക്കിയാൽ ഇത് കേരളത്തിലെ ജനങ്ങൾ കാണണ്ട എന്ന് വിചാരിക്കുകയാണ്. കേരളത്തിലെ ജനങ്ങളോട് മറുപടി പറയേണ്ട കാര്യമില്ലേ? കേരളത്തിലെ മുഖ്യമന്ത്രി ഹെലികോപ്റ്റർ എടുത്തിട്ട് കൊച്ചിയിൽ വരികയാണ്. ആരെ കണ്ടു എന്ന് പറയണ്ടേ? ആരെയാണ് കണ്ടത് എന്ന് പറയണ്ടേ? ഒരു വ്യവസായിനെ കാണുന്നു, അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മീറ്റിന് വേണ്ടിയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി വരുന്നു. കേരളത്തിലെ മുഖ്യമന്ത്രി ഇൻവെസ്റ്റ്മെൻറ്റ് മീറ്റിൽ വരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? സ്വകാര്യ കമ്പനിക്ക് വേണ്ടിയിട്ടല്ലല്ലോ, കേരളത്തിൻ്റെ പൊതു സംവിധാനത്തിന് വേണ്ടിയിട്ടല്ലേ? ആരെ കാണാൻ വന്നു എന്ന് പറയണ്ടേ? ഒരക്ഷരം വേണ്ടുന്നില്ലല്ലോ, അതിനെക്കുറിച്ച് പറയുന്നില്ല. അപ്പം ഇതൊക്കെ ചർച്ചയാവാൻ പാടില്ല എന്നുള്ളതാണ്, കേരളത്തിൽ ചർച്ചയാകാൻ പാടില്ല എന്നുള്ളതാണ്. ഞാൻ ഇത്രയും ദീർഘവീക്ഷണത്തോട് പ്രവർത്തിക്കുന്ന മുഖ്യമന്ത്രി ഉണ്ടല്ലോ, കാരണം എല്ലാ കണ്ടൻറ്റുകളും നോക്കി ഡിലീറ്റ് ചെയ്യുന്ന മുഖ്യമന്ത്രി TG മോഹൻദാസിൻ്റെ വൈറ്റ് നീക്കം ചെയ്യുന്നില്ല. TG മോഹൻദാസ് കേരളത്തിൽ ആഭ്യന്തര വകുപ്പ് അറസ്റ്റ് ചെയ്ത സ്ത്രീകളെ മോശമായി ചിത്രീകരിക്കുകയും ഈ പറയുന്ന സമരത്തിന് പോകുന്ന സ്ത്രീകളെ ബലാത്സംഗ പ്രിയരാണ് എന്ന് പറഞ്ഞ് പോസ്റ്റ് ഇട്ട അതേ വീഡിയോ അവിടെ കിടക്കുകയാണ്. മനസ്സിലായോ? RSS സംഘപരിവാർ ബന്ധമുള്ള ആൾക്കാരുടെ വീഡിയോ പോകരുതെന്ന് ഒരേ സമയം നോക്കുന്ന മുഖ്യമന്ത്രി ഇപ്പറ മുഖ്യമന്ത്രിക്കെതിരെ വാർത്ത നീക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ കേരളത്തിലെ അവസ്ഥ എന്താണെന്നുള്ളത്. അപ്പം ഇതെങ്ങനെയാണ്, എവിടെയാണ് ചർച്ച ചെയ്യുക? ഏത് സ്ഥാപനമാണ് ചർച്ച ചെയ്യേണ്ടത്? എന്നാൽ പിന്നെ ലാസ്റ്റ് ഇനിയിപ്പോൾ ആകെ ചെയ്യേണ്ട കാര്യം ഏത് പരിപാടി നടത്തണം, ഏത് ചർച്ച ചെയ്യണം, എന്ത് വാർത്ത കൊടുക്കണം അവിടെ നിന്ന് തന്നോളൂ. അതോടുകൂടി അവസാനിച്ചല്ലോ. കാരണം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഒരു സെക്രട്ടറിനെ അവിടെ വെക്കൂ. ഇപ്പോൾ റോയ് മാത്യൂസിനെ പോലെയുള്ള ആൾക്കാർ ഇരിക്കുന്നുണ്ട് അവിടെ. കാരണം എല്ലാ കറക്റ്റ് കാര്യങ്ങൾ സെക്കൻഡ് വെച്ച് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. അദ്ദേഹത്തോട് പറയൂ, എന്താണ് രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ കൊടുക്കേണ്ടത് ലിസ്റ്റ് കൊടുത്തരൂ, എന്നാൽ പിന്നെ അത് കൊടുക്കാം. മനസ്സിലായി? ഇത് ഓൺലൈനിൽ കൊടുക്കുന്നതിന് മുന്നേ ഒരു DYSP റാങ്കിലുള്ള മേലെയുള്ള ഉദ്യോഗസ്ഥന് മാത്രമേ ബറ്റാലിയനോട് നീക്കം ചെയ്യാൻ പറയാൻ പറ്റുള്ളൂ. കാരണം ഈ പറയുന്ന ഞാൻ പറഞ്ഞ നേരത്തെ ആർട്ടിക്കിൾ പ്രകാരം പറഞ്ഞിട്ടുള്ള 8 വിഷയങ്ങൾ പ്രകാരം നീക്കം ചെയ്യാൻ കഴിയുള്ളൂ. അതൊരു DYSP റാങ്കിന് മേലെയുള്ള ഉദ്യോഗസ്ഥനെ നീക്കം ചെയ്യാൻ കഴിയുള്ളൂ. ഒരു DYSP റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ അവിടെ ഇരുന്ന് നീക്കം ചെയ്യുകയാണ്. അല്ലാതെ എങ്ങനെ നീക്കം ചെയ്യാൻ കഴിയുക? ഒരു വാർത്ത പോസ്റ്റ് ചെയ്ത് 5 മിനിറ്റ് 8 മിനിറ്റും കൊണ്ട് വാർത്ത നീക്കം ചെയ്യപ്പെടുകയാണ്. ഇവിടുന്ന് മെയിൽ അയക്കണമല്ലോ, അല്ലെങ്കിൽ ഇവിടുന്ന് മെസ്സേജ് കൊടുക്കണമല്ലോ, മെറ്റയായിട്ട് ഡിസ്കഷൻ നടത്തി വിഡ്രോ ചെയ്യിക്കണമല്ലോ. അതിനുള്ള സമയം അത്രയും സെക്കൻഡ് വേണം. അപ്പോൾ ഒരു DYSP റാങ്കിലുള്ള ഉദ്യോഗസ്ഥരെ കൊണ്ട് മെസ്സേജ്. അപ്പോൾ നാളെ വന്നിട്ട് ചർച്ച ചെയ്യാൻ പോകുന്നത് എന്താ?
നാളെ വന്നിട്ട് കേരളത്തിലെ മുഖ്യമന്ത്രി പറയാൻ പോകുന്നത് ഇതായിരിക്കും. കാരണം മെറ്റയുമായിട്ടും ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല. മെറ്റ സ്വമേധ നീക്കം ചെയ്ത് കേരളത്തിലെ മെറ്റ സ്വമേധയായി നീക്കം ചെയ്യണം. ഈ വാർത്തകൾ മാത്രമേ എങ്ങനെ നീക്കം ചെയ്യപ്പെടുന്നു? ഈ മുഖ്യമന്ത്രിക്കെതിരെയുള്ള വാർത്തകൾ മാത്രമേ എങ്ങനെ ഒരു ദിവസം റിപ്പോർട്ടർ TV 700 കാർഡ് 800 കാർഡ് കൊടുക്കുന്നുണ്ട്. 800 കാർഡിൽ ഈ 12 കാർഡായിട്ട് നീക്കം ചെയ്യപ്പെടുന്നത് എങ്ങനെയാണ്? അത് 1 മില്യൺ 1.5 മില്യൺ റീച്ചുള്ള കാർഡുകളാണ് നീക്കം ചെയ്യപ്പെടുന്നത്. ഈ ഒരു കേരളത്തിലെ മുഖ്യമന്ത്രി ഈ പറയുന്ന സംവിധാനവുമായി കൂടെ ബന്ധപ്പെട്ട് MDMA കച്ചവടക്കാരും മൊത്ത കച്ചവടക്കാരനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഫോട്ടോയും സംവിധാനവും നീക്കം ചെയ്യപ്പെടുന്ന സമയത്ത് അതിൽ ഫോട്ടോ ഇല്ല കേട്ടോ, MDMAൻ്റെ പേരില്ല, ഒരു പേരും ഇല്ലാത്ത കാർഡുകളാണ് നീക്കം ചെയ്യുന്നത്. അപ്പോൾ അതിന് എങ്ങനെയാണ് ഇതിനെ കൈകാര്യം ചെയ്യാൻ പറ്റുക? ആരോടിത് പരാതിപ്പെടാൻ പറ്റും? ആരോടിത് പറയാൻ കഴിയും? അപ്പോൾ ഇതൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എത്ര നാളാണ് മുന്നോട്ട് പോകാൻ കഴിയുക? അപ്പം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഈ പറയുന്ന ഒരു വാർത്ത കൊടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പം ഞാൻ നോക്കുന്നത് ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ പ്രതിപക്ഷ നേതാവിൻ്റെ വാർത്തയാണ്. വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ വരാൻ പാടില്ലെന്ന നിർബന്ധം എന്തിനാണ്? അതൊരു സംരക്ഷണമാണ്. ആകെ ഈ കാർഡിൽ ഇത്രേ കാണിച്ചിട്ടുള്ളൂ. ആ കാർഡിൽ ഇത്രേ കാണിച്ചിട്ടുള്ളൂ. മുഖ്യമന്ത്രി VD സതീശൻ്റെ ഫോട്ടോയും ഈ പറയുന്ന പിണറായി വിജയൻ്റെ ഫോട്ടോയും ഉണ്ട്. ഇത് നീക്കം ചെയ്യാനുള്ള കാരണം എന്താ? ഇത് നീക്കം ചെയ്യണം. ഇതിലെന്ത് കണ്ടന്റാണ് വേറെ ഉള്ളത്? വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ വരാൻ പാടില്ലെന്ന നിർബന്ധം എന്തിനാണ്? ചോദ്യചിഹ്നം. അതൊരു സംരക്ഷണമാണ്. പിണറായി വിജയൻ ഇത്രേ അതിനകത്ത് പറഞ്ഞിട്ടുള്ളൂ. വ്യക്തത വരുത്തുവോ മുഖ്യൻ? അടുത്ത കാർഡ് വ്യക്തത വരുത്തുവോ മുഖ്യൻ എന്ന് പറയുന്ന കാർഡ് റിമൂവ് ചെയ്യാണ്. വ്യക്തത വരുത്താൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ്. ഹെലികോപ്റ്റർ യാത്രയും ഭാര്യ ബന്ധവും ഇൻവെസ്റ്റർമാരും മാത്രം പോരാ, കാണാതായ മത്സ്യത്തൊഴിലാളികളെ വീടുകളിലും മുഖ്യമന്ത്രി പോകണം. ബിനോയ് വിശ്വം ആ കാർഡ് നീക്കം ചെയ്യാണ്. എന്താ ഇതിനകത്ത് മോശമായിട്ടുള്ളത്? കടലിൻ്റെ മക്കളെ അധിക്ഷേപിച്ചത് മുഖ്യമന്ത്രി ഇതുവരെ മാപ്പ് പറഞ്ഞിട്ടില്ല. രൂക്ഷ വിമർശനമായി മത്സ്യബന്ധനത്തെ ബോട്ട് പറഞ്ഞ് കാണാതെ ജോണിൻ്റെ മകൾ, അതായത് ആ മോളുടെ ഫോട്ടോയും VD സതീശൻ്റെ ഫോട്ടോയും വെച്ച് കാർഡ് റിമൂവ് ചെയ്യാണ്. എന്താണ് ഈ കാരണം റിമൂവ് ചെയ്യുന്നതിന്? അടുത്തത് ഓപ്പറേഷൻ തൂഫാൻ മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ ഉൾപ്പെടെ 3 സജീവ പ്രവർത്തകർ പിടിയിൽ. ഈ കാർഡ് റിമൂവ് ചെയ്യാണ്. അടുത്തത് അത് അടിയന്തരാവസ്ഥയിൽ ഇന്ദിരാഗാന്ധിക്ക് കഴിയാത്തത് ഈ കാലത്ത് ഏതെങ്കിലും കതറുകാരെ കഴിയുമെന്നത് മലപ്പൊടിക്കാരൻ്റെ സ്വപ്നമാണ്. മുഖ്യമന്ത്രിക്കെതിരെ P ജയരാജൻ റിമൂവ് ചെയ്യാണ് ഈ കാർഡ്. അടുത്ത ചോദ്യം മറുപടി ചോദ്യങ്ങൾക്ക് മറുപടി ഇല്ലാതെ ചോദിക്കുന്ന രാഷ്ട്രീയം അന്വേഷിക്കുന്ന വാർത്ത നിയന്ത്രിക്കുന്ന മുഖ്യമന്ത്രി ചോദിക്കുന്നു എന്താണ് ഇത്രയും അസഹിഷ്ണുത? P ജയരാജൻ ഈ വാർത്തകളെല്ലാം ഇതിലെന്ത് കണ്ടന്റാണ് മോശമുള്ളത്? ഈ കാർഡുകൾ എന്തിനാണ് നീക്കം ചെയ്തത്? മുഖ്യമന്ത്രി ആരെയാണ് പേടിക്കുന്നത്? ഞാൻ പറഞ്ഞ വാർത്തകളെല്ലാം മുഖ്യമന്ത്രിക്കെതിരെയുള്ളത് മാത്രമാണ് കേട്ടോ, വേറെ ഒരു കാർഡ് എടുത്തില്ല. പിന്നെ അവസാനം ഇപ്പം നിങ്ങൾ മാധുവിൻ്റെ ചർച്ചയ്ക്ക് ഈ കാർഡ് നീക്കം ചെയ്യുമോ? കാർഡ് അതും നീക്കം ചെയ്തു. കാരണം ഈ കാർഡുകൾ എന്തിനു നീക്കം ചെയ്യുന്നു എന്ന് ചർച്ച നടത്താൻ വേണ്ടിയിട്ട് പോലും ഒരു കാർഡ് കൊടുക്കാൻ കഴിയുന്നില്ല. ആ കാർഡ് വരെ നീക്കം ചെയ്യുകയാണ്. അപ്പോൾ കേരളത്തിൻ്റെ ഒരു പൊതുബോധം എത്തിക്കുന്ന സ്ഥലം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. കേരളത്തിൽ ഞങ്ങളാണ് ഈ പറയുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെയും സാംസ്കാരിക സംവിധാനത്തിൻ്റെയും തലമൂത്ത ആൾക്കാർ എന്ന് പറഞ്ഞ് അധികാരത്തിൽ വരികയും ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യമില്ല, ഒരു സാംസ്കാരിക സംവിധാനവും ഇല്ലാതെ എങ്ങനെയാണോ കേരളത്തിൻ്റെ മാധ്യമങ്ങളുടെ വായ മൂടിക്കെട്ടാൻ എന്നുള്ളത് PhD എടുത്തിരിക്കുകയാണ്. അവിടെ PhD എടുത്തിരിക്കുകയാണ്. എന്നിട്ട് എല്ലാ രീതിയിലും ആക്രമിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലൊരു പൊതുധാരണയുണ്ടായിരുന്നു. എന്താണ്? ഞാൻ ഏറ്റവും സംവിധാനത്തോടു കൂടി കണ്ട ഒരു കാര്യം, കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ആയിരക്കണക്കിന് കാർഡുകൾ എതിരായും അദ്ദേഹത്തിന് വ്യക്തിപരമല്ലാത്ത ആയിരക്കണക്കിന് കാർഡുകൾ സോഷ്യൽ മീഡിയയിൽ കൂടെ പോയിട്ടുണ്ട്. ഒരു കാർഡ് റിമൂവ് ചെയ്യപ്പെട്ടിട്ടില്ല. അദ്ദേഹം ഫാസിസ്റ്റാണ്, അദ്ദേഹം വലിയ പ്രശ്നക്കാരനാണ്, അദ്ദേഹം ശത്രുക്കെതിരെ ഭയങ്കര പ്രതികാരം ചെയ്യുന്ന ആളാണെന്നൊക്കെ പറഞ്ഞ് വാർത്ത ഒരു കാർഡ് റിമൂവ് ചെയ്യപ്പെട്ടില്ല. കേരളത്തിൽ ആദ്യമായിട്ടാണ് ഈ ഒരു പ്രകടനത. ഇതാരാണ് ശീലിപ്പിക്കുന്നത്? ഇതാകെ ചെയ്യുന്നത് കേന്ദ്രത്തിൽ നരേന്ദ്രമോദിയും അമിത്ഷായൊക്കെയാണ്. കേരളത്തിൽ VD സതീശനും. കേരളത്തിൽ വേറൊരു സംസ്ഥാനത്തും നടക്കുന്നില്ല കേട്ടോ. അപ്പോൾ കേന്ദ്രത്തിൻ്റെ എന്താണോ അത് പ്രതിപുരുഷനായിട്ടാണ് VD സതീശൻ മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഇപ്പോൾ എത്തി നിൽക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് വളരെ ദയനീയമാണ്. എന്തുകൊണ്ടാണ്? കേരളത്തിലെ മുഖ്യമന്ത്രിയിൽ നിന്നും കേരളം പ്രതീക്ഷിക്കുന്ന ഒരു സാമാന്യ മര്യാദയുണ്ട്. ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒറ്റ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുക. എന്താ പറഞ്ഞാൽ ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കാറുകൾ ഒഴിവാക്കി. എന്നിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് 2 കാറുകൾ മതി. നിങ്ങൾ റോഡുകളിൽ പോകുന്ന സമയത്ത് ഒരു ബ്ലോക്ക് ആരെയും തടയരുത് എന്ന് പറയുകയാണ്. നിങ്ങളിപ്പോൾ പിണറായി വിജയൻ പോകുന്ന റോഡുകൾ നോക്കിക്കോളൂ. കിലോമീറ്റർ കണക്കിൽ പോലീസ് നിൽക്കുകയാണ്. നിൽക്കുന്നു. VD സതീശൻ പോകുന്ന സമയത്ത് കിലോമീറ്റർ കണക്കിൽ പോലീസ് നിൽക്കുകയാണ്. എല്ലാ സിഗ്നലും ഓഫാക്കുന്നു. വണ്ടികൾ പോകുന്നു. കാറിൻ്റെ എണ്ണം 4-5 ആയി.
അന്ന് 3 ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ 4, 5 ആയി കാറിൻ്റെ എണ്ണം. ഇനിയിപ്പോൾ എന്താ അവസ്ഥ? ഇപ്പം ബ്ലാക്ക് ക്യാറ്റേ വേണ്ടായിരുന്നു. സതീശിനെ സംബന്ധിച്ചിടത്തോളം ഒരു ബ്ലാക്ക് ക്യാറ്റും വേണ്ടിയിരുന്നില്ല. സതീശിൻ്റെ കൂടെ ഈ നീല ഷർട്ടിട്ട് ഒരാളെ പോലും വേണ്ട എന്ന് പറഞ്ഞ് നമ്മൾ കുറച്ച് നാൾ കാണാത്ത സതീശിൻ്റെ കൂടെ ഇന്ന് മുഖ്യമന്ത്രിയുടെ കൂടെ ഇന്ന് നമ്മൾ കാണുകയാണ് നിരവധി നീല ഷർട്ടിട്ട ആൾക്കാർ, ഗൺമാന്മാർ, നിരവധി ആൾക്കാർ. മാധ്യമപ്രവർത്തകർക്ക് അടുക്കാൻ കഴിയുന്നില്ല. ഇന്ന് മാധ്യമപ്രവർത്തകർ മൈക്ക് വെക്കാൻ നോക്കിയിട്ട് ആ ഏരിയയിലേക്ക് വിടുന്നില്ല, ക്യാമറയെ മാത്രം വിടുന്നു. ക്യാമറയെ മാത്രം വിടുന്നു പറഞ്ഞാൽ ഈ VD സതീശൻ പോകുന്ന അല്ലെങ്കിൽ മുഖ്യമന്ത്രി പോകുന്ന വിഷ്വലും സംവിധാനവും എല്ലാം ജനങ്ങൾ കാണുകയും വേണം, മറുപടി പറയാനും പറ്റുന്നില്ല. അപ്പം മാധ്യമപ്രവർത്തകരോട് പറയാണ്, ക്യാമറയും മൈക്കുമായി മാധ്യമപ്രവർത്തകരെ ഈ പറയുന്ന ഗൺമാന്മാരും സംവിധാനവും തടയുന്നു, റോട്ടിൽ അങ്ങോട്ട് പോകണ്ടെന്ന് ക്യാമറമാന്മാരെ കയറ്റിയിടുന്നു. എന്നിട്ട് ചോദ്യം ചോദിക്കാൻ കഴിയുന്നില്ല. ഈ പിന്നെ എന്താണ് VD സതീശൻ പങ്കെടുക്കുന്ന അല്ലെങ്കിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഹോളുകളിലൊന്നും ഈ പറഞ്ഞ മൈക്കുകൾക്ക് പ്രവേശനമില്ല. എന്താണ് പറഞ്ഞത്? ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇരുന്ന് തരും, ഞാൻ നിങ്ങളുടെ മുന്നിലേ സത്യം പറയുള്ളൂ എന്ന് പറയാണ്. ആ സത്യം പറഞ്ഞ മുഖ്യമന്ത്രി നിങ്ങളുടെ മുന്നിൽ പറയുന്നത് മുഴുവൻ നുണയാകുകയാണ്. നിങ്ങളുടെ മുന്നിൽ ഞാൻ എന്ത് സത്യമുണ്ട് ആദ്യം നിങ്ങളുടെ മുന്നിൽ പറയും എന്ന് പറഞ്ഞ് തുടങ്ങിയതാണ്. രഹസ്യം ഒരു രഹസ്യം ഇല്ലല്ലോ. അപ്പോൾ ഇതൊന്നും പറയാൻ കഴിയില്ലെന്നേ, ഈ രഹസ്യമൊക്കെ ഒന്ന് പുറത്ത് പറഞ്ഞാൽ മതി. അപ്പോൾ 2 കാര്യത്തിന് മറുപടി പറയാം. ഒന്ന്, ഇവരുമായിട്ട് എന്താണ് ബന്ധം? ഈ MDMA കേസിലെ പ്രതികളുമായിട്ട് എന്താണ് മുഖ്യമന്ത്രിക്ക് ബന്ധം? ഒന്ന്. രണ്ടാമത്തത്, നിങ്ങൾ ആരാണ് കേരളത്തിലെ ഇൻവെസ്റ്ററെ കണ്ടത് കേരളത്തിൽ കൊച്ചിയിൽ വന്നിട്ട്? അതൊന്ന് പറയൂ. കേരളത്തിലെ ജനങ്ങൾക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ട്, കുറേ ദിവസങ്ങളായി ചോദിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഒന്നും പറയില്ല എന്നുള്ളത് മാത്രമല്ല, ഈ മൂടിക്കെട്ടുന്ന പരിപാടി ഇത്. പക്ഷേ വേറെ കാര്യമുണ്ട് കേട്ടോ, സോഷ്യൽ മീഡിയ ഇവരെത്ര ബ്ലോക്ക് ചെയ്താലും, ഞാനിപ്പോൾ അതിൻ്റെ അൽഗോരിതം എടുത്ത് നോക്കുമായിരുന്നു, ഈ റീച്ച് കുറയ്ക്കാൻ വേണ്ടി ഇവർ ബ്ലോക്ക് ചെയ്ത കാർഡുകളുണ്ടല്ലോ, ആ കാർഡുകൾ ആയിരക്കണക്കിന് പ്രൊഫൈലിൽ വന്നു. ഇപ്പോൾ ആയിരക്കണക്കിന് പ്രൊഫൈലിൽ വന്നു. അന്ന് 1 മില്യനാണ് ഒരു മില്യൺ വ്യൂവർഷിപ്പ് ആണെങ്കിൽ ഇപ്പോൾ ഒരു 15 മില്യൺ വ്യൂവർഷിപ്പ് ആയിട്ടുണ്ട്. കേരളത്തിലെ മലയാളികളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് VD സതീശന് നന്നാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ചോദ്യങ്ങളെ ഭയക്കുന്നു എന്നതിൻ്റെ തെളിവുകളാണ് പുറത്തേക്ക് വരുന്നത് എന്നുള്ളതാണ്. എങ്ങനെയാണ് ഈ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ മനസ്സിലാക്കുന്ന മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ ഭരണത്തിലേക്ക് വരുമ്പോൾ അത് വിസ്മരിക്കപ്പെടുന്നതെന്ന് മനസ്സിലാകുന്നില്ല. ഒരു കസേരയിലേക്ക് എത്തുമ്പോഴേക്കും ആ നിലപാട് മാറുന്നത് എങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. കാരണം സുതാര്യത ഉറപ്പ് നൽകിക്കൊണ്ടാണ് ഈ മുഖ്യമന്ത്രി, ഈ സർക്കാർ എന്നതിനപ്പുറം മുഖ്യമന്ത്രി തന്നെ സുതാര്യത ഉറപ്പ് നൽകിക്കൊണ്ടാണ് പല കാര്യങ്ങളോടും മാധ്യമങ്ങളോട് ആദ്യഘട്ടത്തിൽ തന്നെ പ്രതികരിച്ചത്. അപ്പോൾ നമ്മൾ ആ ഒരു സുതാര്യത, പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ പറഞ്ഞ കാര്യങ്ങളിൽ ഉള്ള വിശ്വാസം അദ്ദേഹം ഭരണത്തിലേക്ക് വരുമ്പോൾ പ്രതീക്ഷിക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ ചെയ്തത്. കഴിഞ്ഞ സർക്കാരുമായി ബന്ധപ്പെട്ടും മാധ്യമ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് നിരവധി വിഷയങ്ങളുണ്ടായിട്ടുണ്ട്. കടക്ക് പുറത്ത് എന്നുള്ള പിണറായി വിജയൻ്റെ ആ വാക്കുകൾ, അത് തെരഞ്ഞെടുപ്പ് കാലത്ത് എപ്പോഴും ഇന്നത്തെ ഭരണപക്ഷം ഉന്നയിച്ചിരുന്ന വാദമാണ് ഈ കടക്ക് പുറത്തെ വാദം. അതോടൊപ്പം തന്നെ മുണ്ടെടുത്ത മോദി എന്നുള്ള പ്രയോഗം നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, മുണ്ടെടുത്ത മോദിയാണ് പിണറായി വിജയനെന്ന്. അപ്പോൾ ആ രൂപത്തിൽ മാധ്യമങ്ങളുടെ ചോദ്യങ്ങളെ അവഗണിച്ചുകൊണ്ട് അതിരൂക്ഷമായി പ്രതികരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാതെയൊക്കെ നിൽക്കുന്ന പിണറായി വിജയനെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് തന്നെ ആവർത്തിക്കാനല്ലല്ലോ മറ്റൊരു ഭരണകൂടത്തെ ഇവിടെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലുമപ്പുറം നീങ്ങുകയാണോ എന്ന് ആശങ്കപ്പെടുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. റിപ്പോർട്ടർ TVയുടെ 12 കാർഡുകൾ എന്ന് പറയുമ്പോൾ 12 അല്ല 13 ആണെന്ന് ഞാൻ മനസ്സിലാവുന്നു. കാരണം ഇന്നലത്തെ എൻ്റെ ഡിബേറ്റിൻ്റെ അത് കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ടാണ്. അമിത്ഷാ ഒളിച്ചിരിക്കുന്നു എന്ന ചോദ്യം, ആ കാർഡും റിമൂവ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ 13 കാർഡുകളാണ് കേന്ദ്രത്തിൻ്റെയും സംസ്ഥാനവുമായി ബന്ധപ്പെട്ട വിമർശനങ്ങളും. നേരത്തെ വളരെ വിശദമായി പറഞ്ഞു കഴിഞ്ഞു 12 കാർഡുകൾ ഏതായിരുന്നു. അത് VD സതീശനുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പല നേതാക്കളായി, അത് ബിനോയ് വിശ്വമുണ്ട്, P ജയരാജനുണ്ട്, പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് വന്നിരുന്ന വാർത്തകളുണ്ട്, അല്ലെങ്കിൽ ജനങ്ങൾ ഈ പറഞ്ഞ മത്സ്യത്തൊഴിലാളി കുടുംബത്തിൽ നിന്ന് വന്നിട്ടുള്ള ചോദ്യമുണ്ട്. അതും മുഖ്യമന്ത്രി വിമർശിക്കുന്ന ചോദ്യങ്ങളാണ്. ആ കാർഡുകൾ ഒന്നടങ്കം റിമൂവ് ചെയ്യപ്പെടുന്നത് അതിലൊരു അസ്വാഭാവികതയുണ്ട്. ഇപ്പോൾ ഈ MDMAയുമായി ബന്ധപ്പെട്ട വിഷയം, അത് പ്രതിപക്ഷമാണ് ആരോപിക്കുന്നത് സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ആളാണെന്ന്. മുഖ്യമന്ത്രിക്ക് അങ്ങനെ സോഷ്യൽ മീഡിയ ടീമില്ല എന്ന് ആണ് ഔദ്യോഗികമായി അവർ അറിയിച്ചിട്ടുള്ളത്. അങ്ങനെയില്ലെങ്കിൽ അനൗദ്യോഗികമായി ചെയ്യുന്ന ആളായിരിക്കാം. മുഖ്യമന്ത്രിയുടെ നേരത്തെ പറഞ്ഞ പോലെ മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്കും ഓഫീസിലേക്കും ഒക്കെ ഇയാൾ വരികയും ഫോട്ടോകൾ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ നേതാക്കൾക്കൊപ്പം ഫോട്ടോകൾ എടുക്കുന്ന ഒരുപാട് ക്രിമിനലുകളുണ്ട്. അതൊരു യാഥാർത്ഥ്യമായി അവിടെ നിൽക്കുന്നു. പക്ഷേ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം വേണ്ടേ? ഇത് ഈ പറയുന്ന പഴയ മുഖ്യമന്ത്രി എല്ലാ ക്യാബിനറ്റ് യോഗത്തിനും ശേഷം മാധ്യമങ്ങളെ കാണാറില്ലല്ലോ എന്നൊരു വാദം ഉന്നയിക്കാം. പക്ഷേ ഇത് ക്യാബിനറ്റ് യോഗത്തിന് ശേഷം നൽകേണ്ട വിശദീകരണമാണോ? ക്യാബിനറ്റ് യോഗത്തിന് ശേഷം മാത്രം മാധ്യമങ്ങളോട് പ്രതികരിക്കും എന്നതാണോ എന്നൊരു ചോദ്യം അവിടെ ഉയരുന്നുണ്ട്. കാരണം പ്രധാനപ്പെട്ട വിഷയങ്ങൾ, എത്ര ഗൗരവത്തിലുള്ള വിഷയങ്ങൾ വരുമ്പോഴും അതൊരു പ്രത്യേക ദിവസത്തിനായി മാറ്റിവെക്കുകയും അതിൽ തന്നെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറയേണ്ടതില്ല എന്ന് തീരുമാനിക്കുകയും ചെയ്യുമ്പോൾ എന്ത് വ്യത്യാസമാണ് അവിടെ കാണുന്നത് എന്നുള്ള ചോദ്യമുണ്ട്. ഇപ്പോൾ ഈ 12 കാർഡുകൾ സർക്കാരുമായി ബന്ധപ്പെട്ട, സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട വിമർശനങ്ങളായി, മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട വിമർശനങ്ങളുമായി വന്നിരിക്കുന്ന കാർഡുകൾ നീക്കം ചെയ്യപ്പെടുന്നതിന് ഒരു പാറ്റേൺ ഉണ്ട്.
അത് അത് കൃത്യമായും ഉത്തരം നൽകേണ്ട കാര്യമാണ്. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും അനൗദ്യോഗികമായി ഞങ്ങൾ അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഔദ്യോഗികമായി തന്നെ പ്രതികരിക്കേണ്ട വിഷയമല്ലേ? ആ വിഷയത്തിന്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ഒരു നിർദ്ദേശം നൽകിയിട്ടില്ല എങ്കിൽ അങ്ങനെ ഒരു നിർദ്ദേശം നൽകിയിട്ടില്ല എന്ന പ്രതികരണം ഔദ്യോഗികമായി തന്നെ നൽകേണ്ടതാണ്. അത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നൽകേണ്ടതാണ്. മുഖ്യമന്ത്രി തന്നെ അതിലൂടെ പ്രതികരിക്കേണ്ടതാണ്. എന്തുകൊണ്ടാണ് അത് സംഭവിക്കാത്തത്? കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് മാധ്യമപ്രവർത്തനം നടത്തുന്നതിനിടയിൽ അവർക്കെതിരെ കേസെടുത്ത വാർത്ത നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് SFIയുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത നൽകുമ്പോൾ അത് കേസെടുക്കുകയായിരുന്നു. അങ്ങനെ മാധ്യമപ്രവർത്തകർക്കിടയ്ക്ക് കേസെടുക്കുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത് വാർത്ത തന്നെ റിമൂവ് ചെയ്യപ്പെടുകയാണ്. അത് നിമിഷങ്ങൾക്കകം റിമൂവ് ചെയ്യപ്പെടുകയാണ്. അതിന് ഒരു പ്രതിവാദമായി ഇപ്പോൾ ഭരണപക്ഷത്ത് നിന്ന് വരുന്ന ഒരു വാദം, ഇത് കോൺഗ്രസിന്റെ വക്താവ് ഫേസ്ബുക്കിലിട്ടൊരു വാദമാണ്. ഇപ്പോൾ ഈ പറയുന്ന വിമർശനങ്ങൾ മാത്രമല്ലല്ലോ, ഇപ്പോൾ VD സതീശനുമായി ബന്ധപ്പെട്ട് ബിഷപ്പ് അദ്ദേഹത്തെ പുകഴ്ത്തിക്കൊണ്ടുള്ള ഒരു കാർഡും ന്യൂസ് മലയാളത്തിൻ്റെ ഒരു കാർഡും ഈ പറയുന്ന പോലെ റിമൂവ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന്. അങ്ങനെ റിമൂവ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊരു പ്രധാനപ്പെട്ട ചോദ്യമല്ലേ? അതായത് മുഖ്യമന്ത്രിയുടെ പടം കണ്ടാൽ ഉടൻ റിമൂവ് ചെയ്യപ്പെടുകയാണോ? അങ്ങനെ ഒരു സംശയം മുഖ്യമന്ത്രിയുടെ ഓഫീസിനില്ലേ? അപ്പോൾ അത് എന്താണെന്ന് പരിശോധിക്കേണ്ടേ? അപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമായി നിൽക്കുമ്പോൾ അതിനുള്ള ഉത്തരങ്ങൾ നാളെയാണോ നൽകുക? നാളെയാണോ മുഹൂർത്തം ബുധനാഴ്ചത്തേക്ക് വ്യാഴാഴ്ചത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയാണോ എന്ന ചോദ്യം അവിടെ നിൽക്കുകയാണ്. അപ്പുറത്ത് കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഇത്രയും ദിവസങ്ങൾ, നാളേക്ക് 24 ദിവസമാവുകയാണ്. അതായത് പാർലമെന്റ് ചേരുന്നു, അമിത്ഷാ സഭയിലെത്താത്ത ദിവസങ്ങൾ, അതായത് അദ്ദേഹത്തിന് വിശദമായി പ്രസംഗിക്കാനുള്ള അവസരം നൽകണം, അവിടെ മറ്റു ചോദ്യങ്ങൾ പാടില്ല, ബഹളം പാടില്ല എന്ന നിർദ്ദേശം പാർലമെന്ററി കാര്യമന്ത്രി പറയുകയാണ്. അവിടെ പാർലമെന്റിൽ കാര്യങ്ങൾ സുഗമമായി നടത്തേണ്ട പാർലമെന്ററി കാര്യമന്ത്രി പ്രതിപക്ഷത്തെ പ്രകോപിപ്പിച്ചുകൊണ്ടുള്ള പ്രതികരണങ്ങൾ നടത്തുകയാണ്. അവിടെ ഉയർന്നിരിക്കുന്ന ചോദ്യമുള്ളത് പെല്ലറ്റ് ആക്രമണവുമായി ബന്ധപ്പെട്ടാണ്. പെല്ലറ്റ് ആക്രമണം ആരുടെ നിർദ്ദേശപ്രകാരം എന്നുള്ള ചോദ്യത്തിന് ഇതുവരെ ഉത്തരം നൽകിയിട്ടില്ല. ആ ചോദ്യത്തിന് ഉത്തരം നൽകാതെ വിശദമായ പ്രസംഗം കേൾക്കാൻ ഇവിടെ പ്രതിപക്ഷത്തിനും താല്പര്യമില്ല. അതാണ് അവിടെ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ശക്തമായി ഉന്നയിക്കുന്നത്. അതേ പാർട്ടി ഇവിടെ ഭരണത്തിലിരിക്കുന്ന സംസ്ഥാനത്തെടുക്കുന്ന നിലപാടും ചോദ്യം ചെയ്യപ്പെടുകയാണ്. അപ്പോൾ അതിൽ കൃത്യമായ മറുപടി നൽകേണ്ടതുണ്ട്. ഈ തരത്തിൽ മെറ്റയ്ക്ക് എന്ത് തരം നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്? മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ ഇനി കാർഡുകളായി പോകരുത് എന്നാണോ? അങ്ങനെയെങ്കിൽ ഈ ഒരു വേഗം പല കാര്യങ്ങളിലും ഇല്ല. ഇതാണ് സമൂഹ മാധ്യമങ്ങളിൽ സ്ത്രീകളെ അധിക്ഷേപിക്കുന്ന, മാധ്യമപ്രവർത്തകരെ അധിക്ഷേപിക്കുന്ന എത്രയധികം കണ്ടന്റുകളുണ്ട്. ആ കണ്ടന്റുകൾ റിമൂവ് ചെയ്യപ്പെടുന്നില്ല. നേരത്തെ പറഞ്ഞ പോലെ TG മോഹൻദാസ് മാത്രമല്ലല്ലോ, എത്രത്തോളം കണ്ടന്റുകളുണ്ട്. ആ കണ്ടന്റ് ഒന്ന് റിമൂവ് ചെയ്യപ്പെടാൻ എത്രത്തോളം ബുദ്ധിമുട്ടണം, നമ്മൾ എത്രത്തോളം നടപടിക്രമങ്ങളിലൂടെ കടന്നാലാണ് അത് റിമൂവ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ കാര്യങ്ങൾക്ക് വേഗം വയ്ക്കാൻ ചില പ്രത്യേക വാർത്തകളാകണം എന്നുള്ളതാണോ? അപ്പോൾ ഇവിടുത്തെ സ്ത്രീകളുടെ അഭിമാനം ഒരു പ്രധാനപ്പെട്ട വിഷയമല്ലേ? അത് ഗൗരവത്തിലുള്ള വിഷയമല്ലേ? അപ്പോൾ അതിലൊരു രണ്ട് തരം നീതി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണോ? അപ്പോൾ മുഖ്യമന്ത്രി ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ലാത്തൊരു വ്യക്തി എന്നുള്ളതാണോ? ഇവിടെ പ്രധാനമന്ത്രിയും അമിത്ഷായും അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയും ചോദ്യം ചെയ്യാൻ പാടില്ല എന്നുള്ളതാണോ? അങ്ങനെയാണെങ്കിൽ അത് വ്യക്തമാക്കണം. എന്തുകൊണ്ട് ഈ കാർഡുകൾ നീക്കം ചെയ്യപ്പെടുന്നു എന്നുള്ളത് വ്യക്തമാക്കേണ്ടതാണ്. അത് ചില മാധ്യമങ്ങളുടെ മാത്രമായിട്ടുള്ള കാർഡുകളാണ് നീക്കം ചെയ്യപ്പെടുന്നത് എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ആ മാധ്യമങ്ങൾ പ്രവർത്തിക്കേണ്ടതില്ല എന്ന രൂപത്തിലാണോ ഈ നിലപാട് പറയുന്നത്? കഴിഞ്ഞ സർക്കാരുകളുടെ കാലത്ത് പ്രതിപക്ഷ നേതാവായിരിക്കെ മാധ്യമ സ്വാതന്ത്ര്യത്തെപ്പറ്റി അതിഘോരം പ്രസംഗിക്കുകയും പ്രതികരിക്കുകയും ചെയ്ത മുഖ്യമന്ത്രിയാണ് ഇന്ന് നമുക്കുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ ആദ്യ വാർത്താ സമ്മേളനത്തിൽ നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കും ഞാൻ ഉത്തരങ്ങൾ നൽകുമെന്നും വിമർശനങ്ങൾ ആളുകളെ നന്നാക്കുമെന്നും പറയുന്ന, നന്നായി ധാരാളം വായിക്കുന്നു എന്ന് പറയുന്ന മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാത്തത് എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമായി അവിടെ നിൽക്കുന്നത്. അത് ഭയക്കുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. ആ ഭയത്തെ ചോദ്യം ചെയ്തുകൊണ്ട് വീണ്ടും ആ ചോദ്യങ്ങൾ ഉയരുക തന്നെ ചെയ്യും. നാളത്തെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം എന്തൊക്കെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നു എന്നുള്ളതാണ് ഉറ്റുനോക്കപ്പെടുന്നത്. അതിൽ ഈ പറയുന്ന ഈ MDMA കേസിലെ പ്രതി മുഖ്യമന്ത്രിയുടെ ഓഫീസിലും വീട്ടിലും എങ്ങനെ എത്തി എന്നതടക്കമുള്ള ചോദ്യങ്ങൾക്കും അദ്ദേഹം വിശദമായി മറുപടി നൽകുന്നു പ്രതീക്ഷിക്കാം. അതൊരു പ്രത്യേക ദിവസത്തിനായി, പ്രത്യേക മുഹൂർത്തത്തിനായി മാറ്റിവെക്കേണ്ട വിഷയമല്ല. ചോദ്യങ്ങൾ വരുമ്പോൾ അപ്പോൾ പറഞ്ഞു പോവുകയാണ് എപ്പോഴും നല്ലത്. ആ ചോദ്യങ്ങൾ അല്ലെങ്കിൽ അന്തരീക്ഷത്തിൽ നിൽക്കുമെന്നുള്ളതാണ്. അത് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഔദ്യോഗികമായ കാർഡുകൾ നീക്കം ചെയ്യപ്പെട്ടാലും അത് ഷെയർ ചെയ്യപ്പെട്ട് പലരായി അതിങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ അത് 1 നിന്ന് 100 എന്ന രൂപത്തിലേക്ക് അത് നീണ്ടുപോവുക തന്നെ ചെയ്യും. അതിൽ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുകയാണ് യഥാർത്ഥ പരിഹാരം. അതിന് മടിക്കരുത്. ഈ പറഞ്ഞ ഉന്നയിക്കപ്പെട്ട എല്ലാ സംശയങ്ങൾക്കും നാളെ മറുപടി നൽകുന്നുണ്ട്. പ്രതിപക്ഷ നേതാവിൻ്റെ വിമർശനം അടക്കം നീക്കം ചെയ്യപ്പെടുന്നത് അതീവ ഗൗരവതരമായ സാഹചര്യമാണെന്നാണ് ഞാൻ കരുതുന്നത്. മാധു, ചോദ്യങ്ങൾ ഭയക്കുന്നു എന്നതിന് വാർത്തകളെ പേടിക്കുന്നു എന്നതാണ് മനസ്സിലാക്കേണ്ടി വരുന്നത്. ഇപ്പം ഏതൊക്കെയാണ് ആ വാർത്തകൾ? സംസ്ഥാനത്ത് 3 മാധ്യമങ്ങളുടേതായ വാർത്തകൾ ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിന് മെറ്റ ഇപ്പോൾ നമുക്ക് നൽകുന്ന വിശദീകരണം അടക്കം എന്ന് പറയുന്നത് ഗവൺമെൻറ് ആവശ്യപ്പെടുന്നു, അധികാരികൾ ആവശ്യപ്പെടുന്നു എന്നതിൻ്റെ പേരിലാണ് ഈ തരത്തിൽ ഇത് നീക്കം ചെയ്യപ്പെടുക എന്നതാണ്. അനുസരണ സ്മൃതി മാമൊക്കെ ആവർത്തിച്ച് പറഞ്ഞു ആ കാർഡുകൾ ഏതൊക്കെയാണ് എന്നത് സംബന്ധിച്ച്. ഇപ്പോൾ അതിൽ
ചില 3 കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടി പറയാം. ഒന്ന്, കാണാതായ മത്സ്യത്തൊഴിലാളി ജോണിൻ്റെ മകൾ മുഖ്യമന്ത്രിക്കെതിരായി നടത്തിയ വിമർശനം. ഞങ്ങളെയാണ് വിമർശിക്കേണ്ടത് എന്ന് മുഖ്യമന്ത്രി ആവർത്തിച്ച് പറയുന്നതാണ്. ആ വിമർശനം ഉൾപ്പെടുന്ന വാർത്ത കാണാതാകുന്നു. ബിനോയ് വിശ്വത്തിൻ്റെ പ്രതികരണം കാണാതാകുന്നു. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വിമർശനം കാണാതാകുന്നു. ഇപ്പോൾ ഒരു 10-20 മിനിറ്റുകൾക്ക് മുമ്പ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിൽ വീണ്ടും ആ വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ മയക്കുമരുന്ന് കേസിൽ അറസ്റ്റിലായ നാണക്കേട് മറച്ചുപിടിക്കാൻ സോഷ്യൽ മീഡിയയിൽ സെൻസറിംഗ് നടപ്പിലാക്കുന്ന സർക്കാർ നടപടിക്കെതിരെ ശക്തമായ ജനകീയ പ്രതിഷേധമുയരണം. ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന അടിയന്തരാവസ്ഥ ആവർത്തിക്കാൻ അനുവദിച്ചുകൂടാ എന്ന് പറഞ്ഞ് അദ്ദേഹം പ്രതികരിക്കുന്ന ദൃശ്യങ്ങളും, ഒപ്പം വി ഡി സതീശനോടൊപ്പം ഈ മുഹമ്മദ് ഹുസൈൻ്റെ ചിത്രങ്ങളടങ്ങിയ ദൃശ്യങ്ങളുമടക്കം പ്രതിപക്ഷ നേതാവ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നീക്കം ചെയ്യുമോ എന്നത് കണ്ടെത്തേണ്ടതാണ്. എന്തായാലും 52 മിനിറ്റ് പിന്നിട്ടിരിക്കുന്നു. നമ്മുടെ ഇന്നത്തെ ചർച്ചയുടെ കാർഡ് നീക്കം ചെയ്യാൻ 52 മിനിറ്റ് എടുത്തിട്ടില്ല. നമ്മൾ ആ കാർഡിന് ഉള്ള കണ്ടന്റ് കൊടുത്തതിന് ശേഷം തിരിച്ചിവിടെ വന്ന് ചർച്ചയ്ക്ക് കയറുന്നതിന് മുമ്പ് അത് ഡിലീറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നതാണ്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ പങ്കുവെച്ച ചില വാർത്തകൾ കൂടിയുണ്ട്. ഇപ്പം ഈ ന്യൂസ് മലയാളത്തിൻ്റെ ഒരു പോസിറ്റീവ് വാർത്ത എന്നുള്ളതാണല്ലോ. ന്യൂസ് മലയാളത്തിൻ്റെ പോസിറ്റീവ് വാർത്ത മാത്രമല്ല, മുഖ്യമന്ത്രിക്കെതിരെ വിമർശനവുമായി CPM നേതാവ് P രാജീവ് എന്ന ന്യൂസ് മലയാളത്തിൻ്റെ വാർത്ത ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ അടക്കം ചിത്രങ്ങൾ പിണറായി വിജയൻ പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. 3 ചാനലുകളുടെ ഇത്രയധികം വാർത്തകൾ ഡിലീറ്റ് ചെയ്യാൻ കഴിയുന്ന എന്ത് സാഹചര്യമാണ് കേരളത്തിൻ്റെ മാധ്യമരംഗത്ത്, ഭരണരംഗത്ത് ഉള്ളത് എന്ന് വിശദീകരിക്കപ്പെടേണ്ടതാണ്. നാളെയാണ് സൗകര്യമെങ്കിൽ നാളെ വിശദീകരിക്കട്ടെ. അങ്ങനെ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. പക്ഷേ നാളെ വിശദീകരിക്കുന്നത് കാത്തിരിക്കുന്നു നമ്മളെല്ലാവരും. ഇനി 3-ാമത്തെ കാര്യം, എനിക്ക് 8 കാര്യങ്ങളാണ് പറയാനുള്ളത്. 2026 മാർച്ച് 27-ന് വി ഡി സതീശൻ്റെ ഇലക്ഷൻ്റെ സമയത്ത് ഒരു അഭിമുഖം, അത് ഇലക്ഷൻ കമ്മീഷൻ അത് പിൻവലിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു കമൻറ്റ് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമത്തിനിടയിൽ ആ മുഴുവൻ വീഡിയോ ഡിലീറ്റ് ചെയ്യപ്പെട്ടു എന്നതാണ് അത് സംബന്ധിച്ച് അന്ന് രത്തൻ ഖേൽക്കർ നൽകിയ വിശദീകരണം. രത്തൻ ഖേൽക്കർ ഇന്ന് മുഖ്യമന്ത്രിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ കൂടിയാണ്. അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന വി ഡി സതീശൻ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അത് അങ്ങനെ ഒരു മിസ്റ്റേക്കിൻ്റെ പേരിൽ ഡിലീറ്റ് ചെയ്യപ്പെട്ടതല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ചീഫ് മിനിസ്റ്റർ പിണറായി വിജയൻ വാസ് ബിഹൈൻഡ് ദ റിമൂവൽ ഓഫ് ദ വീഡിയോ ആസ് ഹി വാസ് അഫ്രൈഡ് ഓഫ് ദ ഇൻ്റർവ്യൂ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതായത് വി ഡി സതീശൻ്റെ ഇൻ്റർവ്യൂവിനെ കുറിച്ച് പിണറായി വിജയന് പേടിയായതുകൊണ്ടാണ് ആ ഇൻ്റർവ്യൂ നീക്കം ചെയ്യപ്പെട്ടത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഓൾ ഓട്ടോക്രാറ്റ്സ് ആർ ഗവേൺഡ് ബൈ ഫിയർ എന്നതുകൂടി, എല്ലാ ഏകാധിപതികളും ഭയത്താൽ ഭരിക്കപ്പെടുന്നു എന്നതുകൂടിയാണ്. അപ്പോൾ ഈ ദൃശ്യങ്ങൾ, ഇപ്പോഴീ പറയുന്ന വാർത്തകൾ ഇല്ലാതാക്കപ്പെടുന്നതിൻ്റെ, പിൻവലിക്കപ്പെടുന്നതിൻ്റെ പിന്നിൽ ആരുടെ പേടിയാണ്, ഏതേകാധിപതിയാണ് എന്നറിയാൻ ഒരു പൗരൻ എന്ന നിലയ്ക്ക് നമുക്കെല്ലാവർക്കും താല്പര്യമുണ്ട് എന്നതുകൂടിയാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പം ആൻഡ്രൂ സാറും സ്മൃതി മാമും ചോദിച്ചല്ലോ, എന്തുകൊണ്ടാണ് ഈ ചിത്രങ്ങൾ വരുന്ന കാർഡുകൾ പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും റിമൂവ് ചെയ്യപ്പെടുന്നത് എന്നത്. 3 തരത്തിൽ മെറ്റ ഈ സംവിധാനം AI ഉപയോഗിക്കുന്നുണ്ട്. ഓട്ടോമേറ്റഡ് സിസ്റ്റത്തിലൂടെ ഇത് കണ്ടെത്തുന്നുണ്ട്. വാക്കുകളും ചിത്രങ്ങളും അതിന് കാരണമായി ഉപയോഗിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ കീവേഡ് വെച്ച് സെർച്ച് ചെയ്ത് നമ്മൾ ചില വാർത്തകൾ കണ്ടെത്തും. അതുപോലെ ചിത്രങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ചിത്രങ്ങൾ വരുന്ന, പ്രധാനമന്ത്രിയുടെയോ അമിത്ഷായുടെയോ ചിത്രങ്ങൾ വരുന്ന വാർത്തകൾ ഈ സിസ്റ്റം സ്വയം നീക്കം ചെയ്യുന്നു എന്നതാണ് എല്ലാ നെഗറ്റീവ് വാർത്തകളും ഡിലീറ്റ് ചെയ്യപ്പെടുന്നതിനൊപ്പം ഒരു പോസിറ്റീവ് വാർത്ത കൂടി ഉൾപ്പെടാൻ കാരണം എന്നതാണ് ഇപ്പോൾ പലരും ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം എന്നത്. ഇനി കെ മുരളീധരൻ ഇന്ന് മാധ്യമങ്ങൾ ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു പ്രതികരണം നടത്തുന്നുണ്ട്. തോന്നിയവാസമാണ് എങ്കിൽ മെറ്റ അത് ഡിലീറ്റ് ചെയ്യും എന്നത്. എന്താണ് തോന്നിയവാസം? ഇപ്പോൾ മുഖ്യമന്ത്രി വി ഡി സതീശൻ്റെ ഏറ്റവും അടുത്തു നിൽക്കുന്ന വീഡിയോകളും ദൃശ്യങ്ങളും അടക്കം സ്വന്തം ഫേസ്ബുക്ക് പേജിൽ പങ്കുവച്ചിരിക്കുന്ന ഹുസൈൻ അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ അത് വി ഡി സതീശനോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ആൾ എന്ന് പറയുന്നത് തോന്നിയവാസമാണോ? വളരെ കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ്റെ ഒപ്പം ഒരു ഔദ്യോഗിക പരിപാടിയിൽ നിൽക്കുന്ന ഒരു ചിത്രം വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടത്. എല്ലാ മാധ്യമപ്രവർത്തകരും ചോദിച്ച ഒരു ചോദ്യമാണ്, എന്തുകൊണ്ടാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക പരിപാടികളടക്കം
ഉദ്യോഗസ്ഥ സംവിധാനം നിരീക്ഷിക്കുന്നുണ്ട്, സ്പെഷ്യൽ ബ്രാഞ്ച് നിരീക്ഷിക്കുന്നുണ്ട്, അതിൽ പങ്കെടുക്കുന്നവർ ആരാണ് എന്നത് സംബന്ധിച്ച് പോലീസ് സംവിധാനം നിരീക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെയൊക്കെ നാട്ടിൽ ഒരു ക്ലബ്ബ് പരിപാടിയിൽ ഒരു മന്ത്രി വരികയാണെങ്കിൽ സ്ഥലം പോലീസുകാർ വന്നത് അന്വേഷിക്കും, അവിടെ ആരൊക്കെ പങ്കെടുക്കുമെന്നത് അന്വേഷിക്കും. മുഖ്യമന്ത്രിയുടെ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട അന്വേഷണം ഉണ്ടാകില്ലേ? എന്താണ് ഇയാളുടെ ബാക്ക്ഗ്രൗണ്ട്, എന്തിനാണ് ഇയാൾ ഒരു ആംബുലൻസ് കൈമാറ്റം ചെന്നപ്പെട്ട ഒരു പരിപാടിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഇയാൾക്ക് എന്താണ് ഇതിൽ ബന്ധം തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷിക്കില്ലേ എന്നൊക്കെ അന്ന് ചോദ്യം ചെയ്യുന്നുണ്ട്, അന്ന് ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ടായിരുന്നു. ഇത്രയധികം സ്വാതന്ത്ര്യത്തോടു കൂടി മുഖ്യമന്ത്രി വി ഡി സതീശനുമായി ഇടപഴകുന്ന ഒരാൾ ഒരു MDMA മൊത്ത കച്ചവടക്കാരനാണ് എന്ന വാർത്ത വരികയും ഈ സർക്കാരിന്റെ പോലീസ് തന്നെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്യുമ്പോൾ മുഖ്യമന്ത്രിയുമായി അടുപ്പമുള്ള ആൾ MDMA കേസിൽ അറസ്റ്റിൽ എന്ന വാർത്ത പങ്കുവെക്കുന്നത് തോന്നിവാസമാണോ? അതെങ്ങനെയാണ് തോന്നിവാസമാവുക? ഇത്തരം തോന്നിവാസികളുമായി ബന്ധമുണ്ടാകുന്നത് എങ്ങനെ എന്നതല്ലേ ആ സമയത്ത് ചിന്തിക്കേണ്ടത് എന്നുണ്ട്. 7 ജില്ലകളിൽ ഇടനിലക്കാരുള്ള മൊത്തക്കച്ചവടം 4 തവണ ഈ മാസം തന്നെ നടത്തിയിട്ടുള്ള ഒരു MDMA കച്ചവടക്കാരൻ എന്ന തോന്നിയവാസിയുമായി എങ്ങനെയാണ് ഇദ്ദേഹത്തിന് ബന്ധമുണ്ടായത്? ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവ് വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യും എന്ന് വിചാരിച്ചിട്ടായിരിക്കില്ല ഒരുപക്ഷെ ബന്ധമുണ്ടാകുന്നത്. പക്ഷെ ആ വാർത്ത തമസ്കരിക്കുക എന്ന് പറഞ്ഞാൽ അത് ആ സൗകര്യം ഉണ്ടാക്കിയെടുക്കലാണ് എന്ന വിമർശനം കൂടി ഉന്നയിക്കപ്പെടുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇനി ഈ കണ്ടന്റ് മാത്രം ഇപ്പം നമ്മുടെ ചർച്ചകളുടെ അടക്കം 1 മണിക്കൂറിൽ താഴെ ആ കണ്ടന്റ് ഡിലീറ്റ് ചെയ്യുന്നു പറഞ്ഞു. TG മോഹൻദാസിന്റെ വീഡിയോ ഡിലീറ്റ് ചെയ്യപ്പെടാത്തതുമായി ബന്ധപ്പെട്ട കാര്യം ചൂണ്ടിക്കാണിച്ചു. അർജുൻ ആയങ്കി കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയെ വെല്ലുവിളിച്ചുകൊണ്ടിട്ട പോസ്റ്റ് ഇപ്പോഴും അർജുൻ ആയങ്കിയുടെ ഇൻസ്റ്റഗ്രാമിൽ കിടക്കുന്നുണ്ട്. ഒരു ക്രിമിനൽ കാപ്പ കേസടക്കം ചുമത്തണമെന്ന് കേരളത്തിലെ പോലീസ് സംവിധാനം വിചാരിക്കുന്ന, അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളടക്കം നിയമത്തിന്റെ പരിശോധനയിൽ വരുമെന്ന് P. വിജയൻ പറഞ്ഞ, നാടൊട്ടുക്ക് പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിച്ച പ്രതി ഇപ്പോഴും അയാളുടെ ഇൻസ്റ്റഗ്രാമിലിട്ട കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയെ വെല്ലുവിളിക്കുന്ന പോസ്റ്റ് അവിടെ തുടരുന്നുണ്ട്. മാധ്യമങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടുള്ള കാർഡ് പങ്കുവെക്കാൻ കഴിയില്ല, ഞങ്ങൾ അതങ്ങ് ഇല്ലാതാക്കി കളയും എന്ന നിലപാടെടുക്കുകയാണ്. ക്രിമിനലുകൾക്ക് കിട്ടുന്ന സ്വാതന്ത്ര്യം പോലും, ആവിഷ്കാര സ്വാതന്ത്ര്യം പോലും, അഭിപ്രായ സ്വാതന്ത്ര്യം പോലും മാധ്യമങ്ങൾക്കില്ല എന്നത്, വാർത്തകൾക്കില്ല എന്നത് ഭയപ്പെടുത്തുന്ന സാഹചര്യമാണ് എന്നത് പറഞ്ഞു പോകാതിരിക്കാൻ കഴിയില്ല. ഈ ഓട്ടോമേറ്റഡ് സംവിധാനം തന്നെ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും അതുപോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും അടക്കം ചിത്രങ്ങൾ ഉൾപ്പെടുന്ന ഇന്നലത്തെ സ്മൃതി മാമിൻ്റെ ഡിബേറ്റ് അടക്കമുള്ള വാർത്തകൾ ഡിലീറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇപ്പം ഈ IT ആക്ടുമായി ബന്ധപ്പെട്ട് നിരവധി നടപടിക്രമങ്ങൾക്ക് ശേഷമായിരുന്നു മുൻപ് ഇത് ഡിലീറ്റ് ചെയ്യാൻ കഴിയുന്നത്. പിന്നീട് വന്ന ഭേദഗതി പ്രകാരമാണ് ഈ ഉദ്യോഗസ്ഥരുടെ ഡയറക്ഷൻ പ്രകാരം മറ്റേ ഇത് നീക്കം ചെയ്യപ്പെട്ടു തുടങ്ങിയത്. കേന്ദ്രത്തിന്റെ ഈ പറയുന്ന ഭേദഗതിയുടെ ദുരുപയോഗമാണ് അവിടെ നടക്കുന്നത്. അങ്ങനെ കേന്ദ്രം ഉണ്ടാക്കി വെക്കുന്ന നിയമങ്ങളോ ഭേദഗതികളോ ഒക്കെ ദുരുപയോഗം ചെയ്യാൻ ഇവിടെ ഒരു സംവിധാനം പ്രവർത്തിക്കുകയാണ്. പോലീസ് സംവിധാനം ഡെസ്ക് ഇട്ടിരുന്ന് ആലോചിക്കുകയാണ്, ഉറ്റുനോക്കുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ ബിഗ് ബ്രദർമാർ നമ്മളെ ഇങ്ങനെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന ഈ കണ്ണുകൾക്ക് താഴെ CCTVക്ക് കീഴിൽ മാത്രം. അതാണ് ഇന്ന് പ്രിയദർശിനി സെൻസർഷിപ്പാണോ എന്ന് DYFI പരിഹസിക്കുന്നതിൻ്റെ കാര്യം അതാണ്. കാരണം അടിയന്തരാവസ്ഥയിലാണ് ഇത്ര വലിയ സെൻസർഷിപ്പ് ഉണ്ടായത്. അപ്പോൾ അന്നത്തെ ഭരണാധികാരിയുടെ പേരിൽ പുതിയ ജനപ്രിയ പദ്ധതികൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ഒരു സർക്കാർ ഇങ്ങനൊരു സെൻസർഷിപ്പ് നടത്തുമ്പോൾ, അന്നത്തെ ആ ഭരണകാലത്തെ അതേ മാധ്യമ സെൻസർഷിപ്പ് ഈ കാലത്ത് നടത്തുമ്പോൾ ചരിത്രം ആവർത്തിക്കുകയാണോ എന്ന് മറ്റു രാഷ്ട്രീയ പാർട്ടികൾ ചോദിക്കും. ആ ചോദ്യങ്ങളടക്കം നിങ്ങൾക്ക് നീക്കം ചെയ്യാൻ കഴിയും. കാരണം നിങ്ങൾ ഇരിക്കുന്നത് അധികാരത്തിലാണ്, അത് നൽകിയത് ജനങ്ങളാണെന്ന് മറന്നു പോകാതിരുന്നാൽ മതി. Meet the editors.